എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മാഷ് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നു ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ ബെഡ് റിഡനാണ്, പക്ഷേ മെമ്മറി വളരെ ഷാർപ്പാണ്. അച്ഛൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരായിട്ടുള്ള അനവധി പേരുണ്ട് ഇവിടെ. അവരെയൊക്കെ അച്ഛൻ്റെ സ്നേഹം അറിയിക്കുന്നു, എല്ലാവരോടും പറയാൻ പറഞ്ഞു. സെറീന ട്രസ്റ്റിൻ്റെ ഈ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ മാഷോട്, സുധാകരൻ മാഷോട്, അതേപോലെ അതിന് നിമിത്തമായ രാമകൃഷ്ണൻ പാലാട്ട് സാറോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സനാതനധർമ്മത്തിനെ എങ്ങനെ നിർവചിക്കണം എന്നറിയില്ല, ഇന്നും കൺഫ്യൂഷനിലാണെന്ന് മാഷ് പറഞ്ഞു. മാഷ് സത്യസന്ധമായിട്ട് പറഞ്ഞതാ. ആ സത്യസന്ധത നമ്മൾ പലർക്കും ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിയൽ പരുവത്തിലാണ് നമ്മുടെ വിശ്വാസം നിൽക്കുന്നത്. ഞാൻ ഇന്നലെ രാവിലെ ഫേസ്ബുക്കിൽ, സാധാരണ ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന ആളല്ല, അധികം പോസ്റ്റൊന്നും ഇടാറില്ല. യാദൃശ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ തീവ്ര നിലപാടുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അത്തരം തീവ്ര നിലപാടുകളോടൊന്നും അങ്ങനെ ആഭിമുഖ്യമില്ല. പക്ഷെ അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെയും അതിലെ ക്ഷേത്ര സങ്കല്പത്തിനെയും കുറിച്ച് അറിയപ്പെടുന്ന മറ്റൊരു വ്യക്തി ചെയ്ത, തെക്കൻ കേരളത്തിൽ ചെയ്ത വളരെ ലാളിത്യമുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഗഹനമായ വിഷയങ്ങൾ എങ്ങനെ ലളിതമായിട്ട് അവതരിപ്പിക്കണം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പോസ്റ്റ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഇത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ട്, ഈ സനാതനധർമ്മത്തിന് ഈ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിൻ്റെ പ്രാധാന്യമുണ്ടോ? ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിലെ പറയുന്ന അത്രയും ഗഹനത സനാതനധർമ്മത്തിനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏത് പ്രഭാഷണവും ഒരു എവിടുന്നോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വരണ പോലെ വരാറ്. ഇത്രയും ദിവസം സനാതനധർമ്മം എന്നൊരു വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തൊട്ടയൽ സംസ്ഥാനത്തുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സന്തതി വളരെ മോശമായിട്ടൊക്കെ വിളിച്ചു പറഞ്ഞ കാലത്ത് പോലും പലരും എൻ്റെ അടുത്ത്, ശരത്ത് എന്തുകൊണ്ട് ഇത് പറയുന്നില്ല പ്രഭാഷണ വേദികളിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല. ഇന്നും നമുക്ക് നമ്മളെക്കുറിച്ച് പോലും ഉറപ്പില്ലാത്ത കാലമാണ്. പിന്നെയാണ് ധർമ്മത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആൾക്കാർക്കിപ്പോൾ വേണ്ടത് പ്രത്യാശയാണ്. ഹോപ്പിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഉള്ള വിശ്വാസം തല്ലിക്കെടുത്തരുത്, പുതിയതൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നത് പ്രത്യാശയിലാണ്. പ്രത്യാശയില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ടില്ല. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നാളെ മാഷ് എന്നെ ഈ ടോക്കിന് വിളിച്ചിട്ടുമുണ്ട്. മേ ബി ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഐ ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഓരോ ചോദ്യത്തിനും വൃത്തിയായിട്ട് എനിക്കറിയുന്ന പോലെ എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ അൽഗോരിതത്തിൻ്റെ കാര്യം എന്താണ്, അൽഗോരിതം നമ്മൾക്ക് ചെയ്തു തരുന്നത് എന്താണ്, സനാതനധർമ്മം ചെയ്തു തരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എൻ്റെ വാളിൽ തന്നെ ഒരു ലേഖനം എഴുതിയിട്ടു. ഞാനത് അവിടെ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഈ കമൻ്റ് ഇട്ടിട്ട് വിത്തിൻ മിനിറ്റ്സിനുള്ള കമൻറ്റ് ഡിലീറ്റായി പോയി. അപ്പോൾ എനിക്ക് അതിൻ്റെ താഴെ ഇടാൻ പറ്റിയില്ല. ആ ലേഖനം എഴുതിയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നിഷ്കരുണം ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് പഠിക്കാതെ അദ്ദേഹത്തിന് തോന്നുന്ന ചെളിയൊക്കെ വാരി അങ്ങോട്ട് എഴുതുക അല്ലെങ്കിൽ എറിയുക എന്നൊക്കെ പറഞ്ഞതിനെ എങ്ങനെ ഈ ധർമ്മം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും ശാന്തമായും ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടും എങ്ങനെ പ്രതികരിക്കാമെന്ന് മാത്രമാണ് ഇന്നലെ നോക്കിയത്. അതെന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വരെ ഇവിടെ പറയണം എന്ന് കരുതിയ കാര്യങ്ങളെ മുഴുവൻ വലിച്ചു കീറി കളയിപ്പിച്ചു ആ ഒരൊറ്റ കമൻറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഗുരുനാഥനായിട്ട് കാണുന്നു, മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. കാരണം അദ്ദേഹം കാരണമാണ് ഞാൻ പറയേണ്ട പേഴ്സ്പെക്റ്റീവ് അതല്ല എന്നെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സനാതനധർമ്മത്തിനെക്കുറിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് പോകാം.
സനാതനം എന്താണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്, ധർമ്മം എന്താ, പ്രപഞ്ചത്തിൽ ഒരു ഘടനയുണ്ട്, ആ ഘടന നിലനിർത്താനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ നടത്തേണ്ടതുണ്ടോ അത് ധർമ്മം. അതൊരു എറ്റേണൽ ഓർഡറാണ്. ആ എറ്റേണൽ ഓർഡർ കൊണ്ട് പ്രപഞ്ചത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകണം. ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മാത്രം പറഞ്ഞ് അതിൽ പിടിച്ച് പോകേണ്ടിയിരുന്ന ഞാൻ പേഴ്സ്പെക്റ്റീവ് മാറ്റി. സനാതനധർമ്മം എന്നുള്ളത് ഇന്ന് ഏറ്റവും മോശമായ 2 വാക്കാണ്. ഏറ്റവും മോശമായ 2 വാക്കാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദന് സ്വാമിക്കും ദയാനന്ദ സരസ്വതിക്കും മുൻപ് സനാതനധർമ്മം എന്നുള്ള ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്തേക്ക് ഇന്ന് നമ്മൾ ആചരിക്കണ ഹിന്ദുമതത്തിനെ കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കില്ല. അവരാണ് ഇതിനെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട്, ഈ ഡിഫറിങ് സ്കൂൾസായിട്ട് നിന്നിട്ടുള്ള ഈ സിസ്റ്റങ്ങളെ മുഴുവൻ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് അവരിട്ട് തന്ന ഒരു ഫൗണ്ടേഷനാണ്. പക്ഷെ ആ ഫൗണ്ടേഷനും ബലപ്പെടുത്തുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും ഭൂമി വിട്ടുപോയി. അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്നവർക്ക് അതിനെ ബലപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ മെൻഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അനവധി ഗ്രന്ഥങ്ങളിലുണ്ട്. അതിപ്പോൾ ഇന്ന് പറയുന്നത് പോലെ ഏതോ കൽപ്പത്തിലോ യുഗത്തിലോ നടന്നതാണെന്നൊന്നും ചരിത്രകാരന്മാരിരിക്കണ ഈ വേദിയിൽ ഞാൻ പറയില്ല. ഞാൻ അല്ലാതെയും പറയാറില്ല. ഭക്തി പ്രഭാഷണം നടത്തുന്ന സ്ഥലത്തും ഞാൻ പറയും, ചരിത്രമറിയാത്ത ഭക്തി അപകടമാണ്. വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഭക്തി ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റാസ് എമൗണ്ട്സ് ടു ഫനാറ്റിസിസം. ആ ഫനാറ്റിസിസം ആവാതെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായി എന്നുള്ള ബേസിക് ഐഡിയ എല്ലാ തലമുറകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കണം. എവിടുന്ന് നമ്മൾ പുറപ്പെട്ടു എന്നറിഞ്ഞാലേ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉള്ളൂ. ആ അല്ലാതെ നമ്മളിങ്ങനെ ഒരു പൊങ്ങുതടി പോലെ ഒഴുകിപ്പോകുന്നതിൽ കാര്യമില്ല. മഹാഭാരതത്തിൽ കൃത്യമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മഹാഭാരതം തന്നെ പല റിസൻഷൻസ് ഉണ്ട്, പല പാഠഭേദങ്ങൾ പല കാലങ്ങളിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. വാക്കുണ്ട്. ശ്ലോകങ്ങളൊന്നും ഞാൻ ഉദ്ധരിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അനവധി ശ്ലോകങ്ങളുണ്ട്. മിഡ് സെഞ്ച്വറീസ് ഇപ്പം നമ്മൾ ഒരു 8-9 നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ടു എന്ന് പറയുന്ന സ്കന്ദപുരാണത്തിലൊക്കെ കാണാം സനാതനധർമ്മം എന്താണ് എന്ന് അതിൽ അവർ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ രസം എന്താ വെച്ചാൽ സനാതനധർമ്മം എന്നുള്ള വാക്ക് മനുസ്മൃതിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വൈഷ്ണവമായിട്ടാണ് ഉപയോഗിച്ചിരിക്കണം. ശൈവത്തിലോ ശാക്തേയത്തിലോ ഇത് കാണാൻ സാധിക്കില്ല. വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ, കാരണം പണ്ട് നമ്മൾ ഇന്ന് കരുതുന്ന ഒരു ഏകീകൃത സ്വഭാവമുള്ളൊരു ധർമ്മം ഇല്ല. ശൈവനുണ്ട്, വൈഷ്ണവനുണ്ട്, ശാക്തേയനുണ്ട്, ശൈവരിൽ തന്നെ കാപാലികരുണ്ട്, അഘോരികളുണ്ട്, അനവധി ആയിരക്കണക്കിന് സെക്റ്റുകളായിട്ട് പിരിഞ്ഞു കടന്നിരുന്ന ഒരു വലിയ ഭൂവിഭാഗത്തിലെ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങളെ അവരുടെ ആരാധനാ പദ്ധതികളെയും ഒരു പക്ഷേ സിംഗിൾ ഹാൻഡഡ്ലി ഏകീകരിച്ചു എന്ന് ഏകദേശം പറയാവുന്ന ഒരാൾ ആചാര്യസ്വാമികൾ മാത്രമാണ്. അപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മലബാരം, കൗളം, ദ്രാവിഡമായിട്ടുള്ള ആരാധനകളൊക്കെ അതിൻ്റെ പുറത്താണ് കിടന്ന്. അത് വേറെ സ്കൂളുകൾ. അപ്പോൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ കരിനീലി, ഈ കരിനീലിയാണ് നീലധാര എന്ന്, അതായത് ടിബറ്റൻ ബുദ്ധമതത്തിലെ നീലധാര ഈ പാലക്കാട്ടെ കരിനീലിയാണെന്ന് സമർത്ഥിക്കുന്ന ഒരു പേപ്പർ തന്നെയുണ്ട്, ഒരു റിസർച്ച് പേപ്പറുണ്ട്. ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കണക്ഷൻസ് കിടക്കുന്ന ഒരു വലിയൊരു വെബാണിത്. ആ വെബിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ പെടുത്തിയാടാൻ. സനാതനധർമ്മം അനശ്വരമാണ്, അത് പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ്, അത് ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നു, അത് പ്രകൃതിയുടെ വളരെ എന്താ പറയുക അന്തസത്തയായിട്ട് നിൽക്കുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ വളരെ ഫിലോസഫിക്കലായിട്ട് നമുക്ക് പറഞ്ഞു പോകാമെന്നുള്ളൂ. ആ ക്രമത്തിലൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഹിന്ദുമതം എന്ന് പറയുന്ന പദ്ധതി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ടോക്കിൽ ഫർദർ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് മനസ്സിൽ ഇതല്ലേ അതാണോ എന്നുള്ളതൊക്കെ എടുത്ത് കളയാം. മനസ്സങ്ങോട്ട് തുറന്നു വയ്ക്കുക. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ മാതിരി അൺലേണിംഗ് ആണ് ഏറ്റവും വലിയ ലേണിംഗ്. ഇന്ന് സനാതനധർമ്മത്തിനെ കുറിച്ച് എന്നല്ല എന്തിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിലും അൺലേൺ ചെയ്യുക. തലയിൽ നമ്മൾ ചെറുപ്പം തൊട്ട് കയറ്റി വെച്ചിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. അതിനെ മുഴുവൻ പൊളിച്ച് കളയേണ്ട അവസ്ഥയാണ്. പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്നത് കിട്ടില്ല.
രണ്ടാമത് അതിനെ വീണ്ടും ഗ്രൗണ്ട് അപ്പ് ബിൽഡ് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ഇത് പഠിക്കുക, അല്ലാതെ മാർഗ്ഗമില്ല. അപ്പം ഇത് കൺവെൻഷണൽ സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മതമാണോ എന്ന് ചോദിച്ചാൽ സനാതനധർമ്മം മതമല്ല. ഇതൊരു മതമല്ല. ഇത് ഹിന്ദുമതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സനാതനധർമ്മം എന്നുള്ളത് ഒരു ആശയമാണ്, ഒരു വലിയ ആശയമാണ്. അതായത് ഒരു പക്ഷേ മനുഷ്യരാശി എക്കാലത്തും ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അവനവനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു നോളജ് ഉണ്ടെങ്കിൽ ആ നോളജാണത്. ആ നോളജിനെ ഒരു കൊടി പോലെ പതാക പോലെ പിടിച്ചിട്ട് ഇന്ന് പോകുന്നു എന്ന് മാത്രം. പക്ഷെ ആരും ആ കൊടിയുടെ അകത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ആ കൊടിയാണ് നമ്മളെല്ലാവരും കൊടി നോക്കിയിട്ട് പോവുകയാണ്. ഒരു വലിയ ജനക്കൂട്ടം പോകണം, മുന്നിലൊരു കൊടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ വിഷ്വൽ. ആ കൊടി എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടില്ല എന്നും കരുതരുത്. ഭാഗവതത്തിലൊരു വാക്കുണ്ട്, ഒരു വരി, അത് ഭയങ്കര രസികം വാക്കാത്, അല്ലെങ്കിൽ വരിയാണ്. പരോക്ഷപ്രിയ ദേവ എന്നാ. എല്ലാം പരോക്ഷമായിട്ട് പറയുന്നതാണ് ദേവനിഷ്ടം. എല്ലാം പരോക്ഷമാണ്. നമ്മുടെ പ്രോബ്ലം, അല്ലെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, പരോക്ഷമായി പറഞ്ഞതിനെയൊക്കെ പ്രത്യക്ഷജ്ഞാനമായിട്ട് എടുത്തു. അതിൻ്റെ അകത്ത് എന്താണെന്ന് ആരും ചിന്തിച്ചില്ല. നമ്മൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ കണ്ടു ഇന്ന പോലെ ആന തുരത്തി, പാമ്പ് കൊത്താൻ വന്നു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് രാവിലെ എണീച്ചിട്ട് ആലോചിക്കും. സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന്, അല്ലാണ്ട് അത് നടക്കുമെന്നല്ല ആലോചിക്കുന്നു. ഒരു ഗ്രന്ഥം വായിച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കില്ല. ആ കഥ അങ്ങനെ വിഴുങ്ങും. ആ കഥ അങ്ങനെ വിഴുങ്ങി 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 തലമുറയായിട്ട് സത്യം മൂടപ്പെട്ടു. അതങ്ങോട്ട് അടച്ചു മൂടി അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പോയി. രാമായണം വാൽമീകി സമാധിയവസ്ഥയെ കണ്ടതാണ്. വ്യാസൻ സമാധിയവസ്ഥയെ കണ്ടിട്ടാണ് സകലതും എഴുതിയത്. സമാധി അവസ്ഥയാണ്. സ്വപ്നം സുഷുപ്തിയും കഴിഞ്ഞു വരുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറഞ്ഞു. ആ അവസ്ഥയിലാണ് ഇത് കാണുന്നത്. ആ കാണുന്നതിനെ രേഖപ്പെടുത്തി വെച്ചതാണ്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു വെച്ചാൽ, ഏത് പുരാണം എടുത്താലും, ഏത് ഗ്രന്ഥം ഈ സനാതനധർമ്മത്തിൻ്റെ ചട്ടക്കൂട്ടിലുള്ളത് എടുത്തു കഴിഞ്ഞാലും, അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണും. അത് മനസ്സിലായാൽ ആ കൊടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കണ്ണുമടച്ചിട്ടൊരു കൊടിറ പുറകെ നടക്കണ എത്രയോ ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. പക്ഷെ ആ കൊടി എന്താണെന്നറിഞ്ഞിട്ട് പോകുന്നവനാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ ചെയ്യുക. സനാതനധർമ്മം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരൊറ്റൊന്നേ ഉള്ളൂ. ഈ പുറത്തെന്താണുള്ളത് അതകത്തുണ്ട്, അകത്തെന്താണുള്ളത് അത് മുഴുവൻ പുറത്തുണ്ട്. വളരെ സിമ്പിളാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. നരേന്ദ്രപ്രസാദ് സാറ് സുഹൃത സിനിമയിലെ ശരീരനായ MT വാസുദേവൻ നായരുടെ വരികളാണ്. വാട്ട് ഈസ് ദെയർ ഇൻ മൈക്രോകോസം ഈസ് ദെയർ ഇൻ മാക്രോകോസം, ആൻഡ് വാട്ട് ഈസ് ദെയർ ഇൻ മാക്രോകോസം ഈസ് ദെയർ ഇൻ മൈക്രോകോസം എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ആ മുഴങ്ങണ ശബ്ദത്തിൽ. അത് നമുക്ക് വെറും സിനിമയായിരുന്നു. അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വേദാന്തം മുഴുവൻ, അല്ലെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാന നോളജ് മുഴുവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൺവെൻഷണൽ സെൻസിൽ ഇതിനൊരു ഏക സ്ഥാപകനൊന്നുമില്ല. ഇതിന് ഒരാൾ സ്ഥാപിച്ചതല്ല. ഇതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഗ്രന്ഥമില്ല. ഇപ്പോൾ പുറത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയും ഇന്ന മതത്തിന് ഇന്ന ഗ്രന്ഥം, ഇന്ന മതത്തിന് ഇന്ന ഗ്രന്ഥം. ഹിന്ദു മതത്തിന് ഭഗവത്ഗീത. ഭഗവത്ഗീത അതിനുള്ളതല്ല. ഭഗവത്ഗീത അതിനുള്ളതല്ല. ഭഗവത്ഗീത കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ പോലും തമാശകൾ ഞാൻ എൻ്റെ സ്ഥിരം പ്രഭാഷണങ്ങൾ കേൾക്കണവർക്കറിയാം. ഞാനത് പറയാറുണ്ട്. PG പഠിക്കേണ്ട പുസ്തകമാണ്. PG പഠിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടറൽ ലെവലിൽ പഠിക്കേണ്ടതാണ് 11ാമത്തെ സ്കന്ധം ഭാഗവതത്തിൻ്റെ, ഉദ്ധവഗീത എന്ന് പറയും. പക്ഷേ ഇന്നത്തെ ഭാഗവത സപ്താഹ വേദികളിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അവിടെ കിട്ടില്ല. ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മത്തിലേക്കാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഞാനത് ഭാഗവതം തന്നെ ഞാൻ പിടിച്ചു പോയതെന്ന് വെച്ചാൽ, സനാതനധർമ്മത്തിന് ഇത്രയും ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്യുന്ന അതിൻ്റെ കഥകളൊക്കെ മറന്നേക്കും, അതിൽ അവതാരങ്ങൾ അതെല്ലാം മറന്നേക്കും. ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകമുണ്ട്, ആദ്യത്തെ സ്കന്ധത്തിൻ്റെ, അതിൻ്റെ അകത്തുണ്ട് സകലതും. ജനിച്ചത് മുതൽക്കുള്ളതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കണം. ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ജന്മാദ്യസ്യ യതോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്.
സനാതനധർമ്മത്തിൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യണം ശരിക്കും അതിലാണ്. എന്തൊക്കെ ഇവിടെ ഉണ്ടായതായിട്ട് കാണുന്നോ, ഉണ്ടായി നിലനിന്ന് ഇല്ലാണ്ടായിപ്പോയി വീണ്ടും ഉണ്ടായി നിലനിന്ന് ഉണ്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് മുഴുവൻ ഈ കാണായ മാറിമറിയലുകൾക്കും ചക്രങ്ങളുടെ അകത്ത് മുഴുവൻ എന്തോ ഉണ്ട്. അതെന്ത്? എന്നിട്ട് പറഞ്ഞ അവസാനം ജന്മാദ്യസ്യതു അന്വാദരതശ്ചാർത്തേഷ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃതാദികവേ മുഹ്യന്തിയത് സൂര്യ തേജോവാരിവൃതാം യഥാവിനിമയോ എത്ര സർഗോ മൃഷാ ധാംനാസ്വേന സദാ നിരസ്തകുകം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണ ഒരൊറ്റ വരി. എനിക്ക് ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് കയറുന്ന സമയത്ത് ഞാനതാ ചിന്തിക്കാറ്. ഇത് ഈ കാണുന്ന തടമ്പോ ഈ വിഗ്രഹം ഇതൊന്നുമല്ല, ഇത് പ്രപഞ്ച സത്യത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകമാണത്. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാ സത്യത്തിനെ ഉപാസിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാരായണൻ പരം ധീമഹി, ശിവൻ പരം ധീമഹി, അയ്യപ്പൻ പരം ധീമഹി, ശാസ്ത്ര ഇങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മൂർത്തിയും പറഞ്ഞിട്ടില്ല. വർഷിപ്പ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടാ ഭാഗവതം തുടങ്ങണം. അവസാനിക്കുമ്പോഴും അതാ പറയണത് അല്ലേ? അവസാനിക്കുമ്പോഴും സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. ഗർഭത്തിൽ ഞാൻ എന്തിനാ ഇത് പിടിച്ചു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ബിംബങ്ങൾ പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കട്ടിയുള്ള ഭാഗത്തേക്ക് പോകാൻ. അറിയുന്ന ബിംബം കൃഷ്ണൻ എന്ന് നമ്മൾ പറയും. കൃഷ്ണൻ്റെ ജനനം എങ്ങനെയാണ്? കൃഷ്ണനെ ദേവകി തടവറയിൽ ഗർഭം ധരിക്കുന്നു. ഒരു ഈ എന്താ പറയുക, ഇതിൻ്റെ മുഴുവൻ ഈ സമാധി ഭാഷയിൽ അർത്ഥം മാത്രം എടുത്തിട്ട് 12 ദിവസം ഭാഗവതം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതുവറ ക്ഷേത്രത്തിൽ. ശിവപുരാണം ഇപ്പോഴും അല്ല, ഭാഗവതം ഇപ്പോഴും യൂട്യൂബ് കിടപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് കേട്ട് നോക്കാം. കഥയല്ല അതിൽ പറഞ്ഞില്ല. ആരാ കൃഷ്ണൻ, ആരാണ് വസുദേവൻ, ഇതൊക്കെ നമ്മുടെ അകത്തുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ അകത്തുള്ള ക്വാളിറ്റീസാണ്. ആ കൃഷ്ണനെ ദേവകിയുടെ നിറവയറിനെ നോക്കിയിട്ട് ബ്രഹ്മാവും ദേവന്മാരും സ്തുതിക്കുന്നൊരു സ്തുതിയുണ്ട്. സത്യവ്രതം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു സത്യത്തിനാണ് അവർ സ്തുതിക്കുന്നത്. അവർ കൃഷ്ണ ജനിക്കാൻ പോകണമല്ലോ എന്നല്ല പറയണത്, സത്യത്തിനാണ് സ്തുതിക്കുന്നത്. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം ഭാഗവതകാരൻ ആരോ ആവട്ടെ, ചരിത്രകാരന്മാർക്കത് 100 ഋഷിമാരായിരിക്കും, വിശ്വാസികൾക്കത് വ്യാസമഹർഷിയായിരിക്കും, പറയണത് ശുഗനായിരിക്കും. അതൊന്നും വിഷയമല്ല. കണ്ടൻറ്റ് എന്താ നോക്കിയാൽ മതി. ആ കണ്ടൻറ്റിൻ്റെ അകത്ത് മുഴുവൻ ഈ ട്രൂത്ത് ഇങ്ങനെ അടിച്ചടിച്ച് പറയുന്നുണ്ട്. ആ ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ പലർക്കും ഇഷ്ടപ്പെടില്ല പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ പ്രത്യേകിച്ച് കാലത്ത് എൻ്റെ അറിവിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സനാതനധർമ്മികളൊന്ന് ഗാന്ധിജിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിന് സത്യഗ്രഹം എന്ന് പേരിട്ടത്. സത്യാഗ്രഹമല്ല, സത്യഗ്രഹം, സത്യത്തെ ഗ്രഹിക്കുക. അത് പലർക്കും ഇഷ്ടപ്പെടില്ല. പരമഹംസ യോഗാനന്ദൻ്റെ ഒരു കഥയിലുണ്ട്. അദ്ദേഹം കൊച്ചുകുട്ടിയല്ല, 17 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവിടെ കാണാൻ പോയി, ഗാന്ധിജിയെ കാണാൻ പോയി സബർമതിയിൽ. അന്ന് അദ്ദേഹം മൗനവ്രതത്തിലാണ്. അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ ഇവർക്കൊക്കെ ചോറൊക്കെ വിളമ്പി. ഗാന്ധിജിക്ക് മാത്രം പ്ലേറ്റിൽ കുറച്ച് ചോറും പച്ച കളറിൽ എന്തോ ഒരു ഇല അരച്ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കും. അദ്ദേഹം വളരെ രുചിയോട് വിട്ട് അത് തൊട്ട് ചോറ് കൂട്ടിയിട്ട് കഴിക്കണം. മുഖത്തൊരു ഭാവ വ്യത്യാസമില്ല. ഇദ്ദേഹം ചെറുപ്പമായതുകൊണ്ട് അതിൻ്റെ ക്യൂരിയോസിറ്റി ചോദിച്ചു, എന്താ അദ്ദേഹം കഴിക്കണേ? വേപ്പല അരച്ചിട്ട് കഴിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ അത്ര അടക്കിയ ഒരാളായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ടേസ്റ്റിൻ്റെ സെൻസേഷൻ പോലും അദ്ദേഹത്തിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നില്ല. അത് യഥാർത്ഥ ധർമ്മം ഉപാസിക്കണ ഒരാളിൽ ഓട്ടോമാറ്റിക്കലി വരും ആ കൈൻഡ് ഓഫ് ബാലൻസ്. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ സനാതനധർമ്മ പ്രാക്ടീസ് മുഴുവൻ ഇന്ന് ഫേസ്ബുക്കിലാണ്. മറ്റൊരാളെ ചീത്ത വിളിക്കുക, പരിഹസിക്കുക, അവൻ എഴുതിയതിൻ്റെ സ്രോതസ്സ് കണ്ടുപിടിക്കുക, അവൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ഇത് കൂടുതൽ മെസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോർ വി മൂവ് അവേ ഫ്രം ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ്, വി ആർ ഡെസ്റ്റൈൻഡ് ടു ഡൂം. അതിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു ജീവിത രീതിയാണ്. ഇത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ആത്മജ്ഞാനത്തിലുള്ളതാണ്, ഇത് പ്രപഞ്ചത്തിൻ്റെ ഘടനയെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആവുന്ന പോലെ ആചാര്യന്മാർ കാലങ്ങളായിട്ട് ഇതിനെ എന്താണ് സനാതനധർമ്മം എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് റെഫറൻസുകൾ ഉണ്ടാക്കിയിട്ടൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നത് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു വെച്ചാൽ നമുക്കിവിടെ ഒരു മതം ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് സ്ട്രക്ചേർഡായിട്ടുള്ള മതങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അപ്പോൾ നമ്മളാരാ എന്ന് ചിന്തിക്കേണ്ടി വന്നപ്പോൾ ഒരു ലേബൽ എടുത്ത് വെക്കേണ്ടി വന്നതുകൊണ്ട് ആ ലേബൽ എടുത്ത് വെച്ചതാണ്. പണ്ട് ശൈവനും വൈഷ്ണവനും തമ്മിൽ കണ്ട നോക്കില്ല, അത് ഭേദമുണ്ടായിരുന്ന ഏക സ്ഥലം കേരളം മാത്രമാണ്. കേരളത്തിലൊരു വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ശിവനുണ്ടാവും, ശിവക്ഷേത്രത്തിൽ വിഷ്ണു ഉണ്ടാവും. എന്തോ നല്ലതോ ചീത്തയോ ഇന്ന് വിമർശനങ്ങളുടെ ശരമാരിയാണെങ്കിലും ഒരു പരശുരാമ പാരമ്പര്യം എന്ന് പറയും. ഞാനതിനെ അതിൻ്റെ നല്ല വശം എടുത്തിട്ട് പറയാറുണ്ട്. ഈ പരശുരാമൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം വിഷ്ണുവിൻ്റെ അംശവും ശിവൻ്റെ ഭക്തനും ദേവിയുടെ ഉപാസകനുമാണ്, ശിവൻ്റെ ശിഷ്യനും ദേവി. അതുകൊണ്ട് എന്താ അറിയോ, സർവ്വദർശന സമന്വയം ഉണ്ടാക്കാൻ ആ ഒരു പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കാവുകളുടെ അകത്ത് തന്നെ മറ്റു ദേവതകൾ
ആരാധിക്കുന്നൊരു സിസ്റ്റമൊന്നും വരില്ലായിരുന്നു. കേരളത്തിൻ്റെ പുറത്ത് കിടന്നാൽ അറിയാം. ചിദംബരം ക്ഷേത്രത്തിനെ വിഷ്ണു ക്ഷേത്രമാക്കിയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ദീക്ഷിതന്മാരുടെ ഭാര്യമാർ നമ്മുടെ ഈ തവിയില്ലേ കയ്യിൽ അത് ഒടിച്ചിട്ട് കഴുത്ത് കീറിയിട്ട് ഗോപുരത്തിൻ്റെ മുകളിൽ ചാടി മരിച്ചത് വെറൊരു 150 കൊല്ലം മുമ്പാണ്. അപ്പോൾ അത്തരം വയലൻസുകൾ ഈശ്വരൻ്റെ പേരിൽ വിത്തിൻ ഈ സോ കോൾഡ് സനാതനധർമ്മത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇത് സനാതനധർമ്മം എന്നുള്ളത് റിലീജിയസ് സ്ട്രക്ചർ ആക്കുക എന്നുള്ളത് ഫോഴ്സ്ഡ് ആയത് എന്തുകൊണ്ടാണ്? ഒന്ന് ഈ കൊളോണിയൽ ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിലിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് കൊളോണിയൽ ക്ലാസിഫിക്കേഷനാണ്. ഒന്നെന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഈ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പല തരത്തിൽ ചെതറിക്കിടക്കണ ഡൈവേഴ്സായിട്ടുള്ള ഇന്ത്യൻ ആ ട്രഡീഷൻസിനെയൊക്കെ ഒറ്റ കൊടക്കീഴിൽ അവർക്ക് പേപ്പറിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു സാധനമാണ് ഇത്. ഇപ്പം ജാതികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നായർ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 കാസ്റ്റുകൾ ചേർന്നൊരു കാറ്റഗറി ആയിരുന്നു നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ പോലും. മന്നം അതിൻ്റെ ഇടയിൽ തന്നെ ഇൻ്റർമാരേജുകൾ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഒരൊറ്റ എഡിഫിസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ജനറ്റിക്കലി തന്നെ. നമുക്കറിയാമല്ലോ, നമ്മുടെ പൂർവികരുടെ അടുത്ത് ചോദിച്ചാൽ എത്ര തരം നായന്മാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഒരു ലിസ്റ്റ് പറയും. സത്യമാണെന്ന് പറയും. ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ടാ അമ്പലത്തിലാണെങ്കിൽ. അപ്പോൾ ഈ 1871 ഫസ്റ്റ് സെൻസസിലാണ് ഈ ഹിന്ദുയിസം എന്നുള്ള വാക്ക് അവർ ആദ്യം ഉപയോഗിക്കുന്നത്. ഇത് യൂറോപ്പിലുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, റിലീജിയൻസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാറ്റഗറി തിരിച്ചു വെക്കാൻ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടി അവരതിനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. സർവേ സിസ്റ്റത്തിലൊക്കെ അവരതാ ചെയ്തത്. അതിനെ മാറ്റാൻ കുറേ ശ്രമിച്ച ഒരാൾ സർ സി ശങ്കരൻ നായരായിരുന്നു. ഈ ഇന്ത്യൻ സർവേ സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്ന് മാറ്റി തനത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ അനവധി കാലം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്താണെന്നുണ്ടെങ്കിലും അവരുടെ സിസ്റ്റത്തിൽ ഫിക്സഡ് ഡോക്ട്രിൻസ് ഉണ്ടാവും, ഫിക്സഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ സഭകൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര സംസ്കാരങ്ങൾ പോലും തന്നെ ഇന്ന് നമ്മൾ ഈ ഭക്തിയുടെ സ്ഥലമായിട്ട് ക്ഷേത്രത്തിനെ കാണുന്ന സിസ്റ്റം ഒന്നും ഒരു 100-150 കൊല്ലം മുമ്പ് ഇവിടെ ഇല്ല. ഖജനാവുകളും ഭരണകേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ പ്രവർത്തിച്ചിരുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ക്ഷേത്ര സങ്കേതമായിരുന്നു. അവിടെയൊന്നും എല്ലാവരും പോയിട്ട് തൊഴാനൊന്നും സാധിച്ചിരുന്ന സ്ഥലമല്ലായിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ലീഗലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ ആവശ്യം വന്നപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും നമ്മൾ നിയമനിർമ്മാണങ്ങൾ ചെയ്ത ആൾക്കാർ ഈ ഗവർണൻസിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാറ്റഗറികളെ അതേപടി തുടർന്നുകൊണ്ട് വന്നു. മാത്രമല്ല ഭരണഘടനയിൽ ഹിന്ദു എന്നൊരു വാക്ക് ഉപയോഗിച്ചോടുകൂടിയിട്ട് അതൊരു ലീഗൽ ടേമായി. അപ്പോൾ എന്തായി? ആരാ ഹിന്ദു? എബ്രഹാമിക് റിലീജിയൻസിൽ വരാത്ത ആരും ഹിന്ദു എന്ന തരത്തിലേക്കായി അത്. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടായിട്ടുള്ള കുറേ കൺഫ്യൂഷൻസ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന 2025 ഇരുന്നിട്ട് അത് കണ്ടുപിടിക്കാൻ നിൽക്കുന്നത് 600-800 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 1000 കൊല്ലത്തെ മാറ്റിമറിക്കലുകൾ കഴിഞ്ഞിരുന്നിട്ടാണ് നമ്മളിപ്പോൾ ഇതിലെ നെല്ലും പതിരും വേർതിരിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള മതപദ്ധതികൾ അവർ വേറെ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ വേറെ ആണോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഓപ്പോസിഷനും മറ്റുള്ളവർ നമ്മളെ വേറൊരു വിഭാഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഇതൊന്നും സനാതനധർമ്മത്തിനെ ടച്ച് ചെയ്യല്ല. ഞാൻ ഹിന്ദു എന്ന് പറയണ ഒരൊറ്റ ഫ്രെയിമിൽ നിർത്തിയിട്ടാണ് ഇതൊക്കെ പറയണത്. ഇത് സനാതനധർമ്മത്തിനെ ഞാൻ കൊണ്ടുവരില്ല. കാരണം എൻ്റെ കാഴ്ചപ്പാട് സനാതനധർമ്മം പറയുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതിലേക്ക് മുമ്പ് ഒരു ഇത് കൊണ്ടുവരികയാണ്, സ്ട്രക്ചർ കൊണ്ടുവരികയാണ്. പിന്നെ കാസ്റ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് പല കാലങ്ങളായിട്ട് വളരെ എന്താ പറയുക ബലം പിടിച്ചിട്ടുള്ള കാസ്റ്റ് സ്ട്രക്ചറുകൾ ഈ നാട്ടിൽ പൊളിറ്റിക്കലും എക്കണോമിക്കലുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിലെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അധികാരത്തിനും പണത്തിനും വേണ്ടി തന്നെയാണ്. കേരളത്തിൽ ഞാൻ മുമ്പും ഇതൊക്കെ ഞാൻ അമ്പലങ്ങളുടെ പ്രഭാഷണങ്ങൾ പറയാറുള്ള കാര്യമാണ്. ബ്രാഹ്മണർ, കേരളത്തിലെ ബ്രാഹ്മണ ഇല്ലങ്ങളുടെ പേര്, മനകളുടെ പേര് ശ്രദ്ധിച്ചാൽ ആ പ്രദേശത്തിൻ്റെ പേരുള്ള മനകൾ കാണും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പേര് പറയുകയാണ്. ഒരു രാമമംഗലം എന്നൊരു പേര് വിചാരിക്കാം. രാമമംഗലം ഒരു മന ഉണ്ടാവും അവിടെ. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരു പ്രദേശത്ത് വന്ന് ഇവർ സെറ്റിൽ ചെയ്യുമ്പോൾ ഇവർ ആ പ്രദേശത്തിൻ്റെ പേര് വീട്ടുപേരായിട്ട് ഇടുന്നതോടുകൂടി തന്നെ ഒരു സൈക്കോളജിക്കൽ കൺട്രോൾ അതിൻ്റെ ആ പ്രദേശത്തിൻ്റെ മുകളിൽ, ആ ഡൊമൈൻ്റെ മുകളിൽ വരും. ആ പ്രദേശം
ആ മനയുടെ പേരിലാണ് പിന്നെ അറിയപ്പെടുക. ഈ സിസ്റ്റം ഉടനീളം കാണാം. 5-6 നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ ഇത് ഉടനീളം കാണാൻ സാധിക്കും. അതതിൻ്റെ ഒരു എക്സാമ്പിൾ. അതൊരു അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചെയ്യുന്ന കാര്യങ്ങളിൽ അതൊരു മോശം കാര്യമായിട്ടൊന്നുമല്ല പറയണം. അത് അന്നത്തെ കാലത്ത് അന്നത്തെ കോണ്ടെക്സ്റ്റുകളിൽ അത് ആവശ്യമുണ്ടായിരുന്നു. എന്തും കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നോക്കുക വേണ്ടത്. ആ കാലത്ത് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അത് അധികാരത്തിന് വേണ്ടി തന്നെയാണ്. കൃഷിയുടെ മറ്റ് വിഭവങ്ങളുടെ അതിൻ്റെ ഒക്കെ നിയന്ത്രണത്തിന് വേണ്ടി, ഈവൻ ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടി, പണിക്കാരെ കിട്ടാൻ കൂടുതൽ പണിക്കാർ വേണം. അവനവൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആൾക്കാർ വേണം. ഇങ്ങനെ അനവധി ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, ഇതേപോലെ അനവധി കാരണങ്ങൾ കൊണ്ട് താഴ്ന്ന തട്ടുകളും ഇടത്തട്ടുകളും മേൽത്തട്ടുകളും ഒക്കെ സ്ട്രക്ചറലി ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ള സമരങ്ങളോ അല്ലെങ്കിൽ മൂവ്മെൻറ്റുകളോ അങ്ങനത്തെ പ്രസ്ഥാനങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് അവരതിനെ ഒരു റിജിഡ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എബ്രഹാമിക് റിലീജിയൻസിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് അതേപോലെ നമുക്കും ഒരു സ്ട്രക്ചർ വേണം എന്ന് തോന്നാൻ തുടങ്ങുന്നത് ദയാനന്ദ സരസ്വതിയൊക്കെ കാലം തൊട്ടാണ്. ആര്യസമാജം അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനത്തോട് കൂടിയിട്ടാണ് അതുവരെ ഒരു കോമൺ ഐഡൻറ്റിറ്റി ഇല്ലാത്ത നമുക്കും ഒരു കോമൺ ഐഡൻറ്റിറ്റി വേണം എന്നുള്ള ചിന്തയിലേക്ക് ഈ പദ്ധതി കൊണ്ടുപോയ ആൾക്കാരോട്. അതിന് ഇങ്ങനെ വിഘടിച്ച് കിടക്കുന്ന 100,000 ജാതികളും സമ്പ്രദായങ്ങളും ഒക്കെ കിടക്കുന്നതിന് താത്വികമായിട്ടൊരു അടിത്തറ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ താത്വികമായിട്ട് അടിത്തറ കൊടുക്കാൻ വേണ്ടി വളരെ ഇൻ്റലിജൻ്റായിട്ട്, അത് വളരെ പോസിറ്റീവ് സെൻസിലാണ് ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരാണ്. ദയാനന്ദനും വിവേകാനന്ദ സ്വാമിയെ പോലുള്ളവർ ഏറ്റവും കൂടുതൽ എടുത്ത് പ്രയോഗിച്ചൊരു വാക്കാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു മെഗസ്തനീസിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായ ഒരു വാക്കിൻ്റെ അപ്പുറത്തേക്ക് സ എന്നുള്ളത് ഉച്ചരിക്കാൻ സാധിക്കാത്ത ഗ്രീക്കുകാരൻ ഹ എന്ന് പറഞ്ഞത് ഹിന്ദു ആയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ സത്യമൊന്നും എനിക്കറിയില്ല. അതല്ലാതൊരു വാക്ക് അവിടെ ആവശ്യമായിരുന്നു. ദേ നീഡഡ് എ ഫ്ലാഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൊടി ആവശ്യമായിരുന്നു ഇവരെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കെട്ടാൻ. അതിന് കൃത്യമായിട്ടുള്ള ഒരു ആശയം ഉണ്ടാക്കി അവർ രൂപപ്പെടുത്തി എടുത്തത് തന്നെയാണ് ഇന്ന് നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ ഒരു കൺസെപ്റ്റ്. സനാതനധർമ്മത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് 19th സെഞ്ച്വറിയിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം, അത് ഈ ആര്യസമാജത്തിൻ്റെ ഒക്കെ ഉത്ഭവകാലത്തിനോട് അടുപ്പിച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഫ്രീ ആയിട്ട് PDF ആയിട്ട് പലർക്കും കിട്ടിക്കാണും. അത് ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ കിടക്കുന്നൊരു പുസ്തകമാണ്. അതിനു മുമ്പുള്ള ഒരു രേഖയിലും നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെയും ഈ ഒരു സ്ട്രക്ചറിലേക്ക് നിർത്താൻ, അൺലെസ് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴല്ലാതെ ആ വാക്ക് എവിടെയും മനുസ്മൃതി പോലും ഉപയോഗിച്ച് കാണുന്നില്ല. അപ്പോൾ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട വാക്കാണ്, ഉണ്ടാൻ പാടില്ല. അപ്പം ഇത് മതത്തിൻ്റെ അപ്പുറത്തെ എന്തോ ആണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. മതത്തിൻ്റെ അപ്പുറത്തുള്ള എന്തോ ആണ്. അത് ആർക്കുള്ളതാണ്? മതം പ്രാക്ടീസ് ചെയ്യാനുള്ളവനാണോ? അല്ല, നിർബന്ധമില്ല. മതമേ ഇല്ലാത്തവനും സനാതനധർമ്മം അപ്ലിക്കബിളാണ്. നമ്മൾ പറയില്ലേ, നമ്മൾ ഏത് ജാതി പറഞ്ഞവനാണെങ്കിലും ഏത് പ്രായത്തിൽ പറഞ്ഞവനാണെങ്കിലും ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവുണ്ട്. ഇതിങ്ങനെ ഞാൻ പല സ്ഥലത്തും ഇത് കാണിക്കാറുണ്ട്. ഇത് പൊക്കി താഴെ വീഴും. ഈ ലോയിന് മാറ്റില്ല. 1,00,000 വർഷം മുമ്പും ഒരു വസ്തു പൊക്കി ഭൂമിയിലിട്ടാൽ താഴേക്ക് വീഴും. ഇനി 1,00,000 വർഷം കഴിഞ്ഞാലും താഴെ വീഴും. ഈ മാറാതെ നിൽക്കുന്ന ചില ലോസ് ഉണ്ട് പ്രപഞ്ചത്തിൽ. വാസ്തവത്തിൽ അതാണ് സനാതനധർമ്മത്തിൻ്റെ ക്രക്സ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക മാത്രമല്ല, അതിനെ നന്നായി ചിന്തിച്ച് നമ്മുടെ അനുഭവത്തിൽ വരണം. അനുഭവത്തിൽ വരാതെ മനസ്സിലാവാത്തൊരു വസ്തുവാണ് സനാതനധർമ്മം. അവിടെ വേദം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. എവിടെയാണോ വാക്ക് പോയിട്ട് തോറ്റിട്ട് മടങ്ങി വരണത് അവിടെയാണത് നിൽക്കണമെന്നാണ് പറയണം. എവിടെയാണോ വാക്ക് പോയിട്ട് തോറ്റു മടങ്ങി വരുന്നത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ സാധാരണ പറയാറുണ്ട്. ഒരു കുട്ടി ചോദിക്കുകയാണ്, ജീവിതത്തിൽ ഇന്നേ വരെ പഞ്ചസാര കഴിച്ചിട്ടില്ല, മധുരം എന്താണെന്നറിയില്ല. എന്താ മധുരം?
അപ്പോൾ നമ്മൾ പറയണം അത് മിഠായി പോലിരിക്കും, ചോക്ലേറ്റ് പോലിരിക്കും, അത് ഇങ്ങനെ ഇരിക്കും, ലഡ്ഡു പോലിരിക്കും. നമ്മളിങ്ങനെ വലിയ എസ്സേകൾ എഴുതി. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ആധ്യാത്മിക പ്രവർത്തനവും സനാതനധർമ്മ ചർച്ചയൊക്കെ. എന്നാൽ അതേസമയം ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുക, അടുക്കളയെ കൊണ്ടുപോകുക, പഞ്ചസാര പാത്രം തുറക്കുക, ഒരു സ്പൂണ് പഞ്ചസാര എടുക്കുക, വായിലിട്ട് കൊടുക്കുക. കിട്ടിയോ? അതാണ് മധുരം എന്ന് പറയാനോ പഠിപ്പിക്കാനോ പറ്റിയ ആൾക്കാർ ഇന്ന് ഇല്ലയെന്ന് ഞാൻ പറയില്ല. അവർ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഒഴിഞ്ഞോ മാറിയോ ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ യഥാർത്ഥ അന്വേഷികൾ പോലും ബുക്കിഷായിട്ടോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്നതായിട്ടുള്ള നോളജുകളിൽ അവനവൻ്റെ മനസ്സിലുള്ള ധാരണകളെ കറക്റ്റ് ചെയ്തും അഡ്ജസ്റ്റ് ചെയ്തും പിടിപ്പിച്ചിട്ടും മാറ്റിയും മറിച്ചും ഇങ്ങനെ ചിന്തിച്ച് പോകാൻ പ്രേരിതരാകുന്നു എന്നുള്ളതാണ് ഈ ധർമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ നാശം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവും. പുരാണങ്ങളൊക്കെ ചെറുപ്പം തൊട്ടിട്ട് വായിച്ചു നോക്കാനൊക്കെ ധാരാളം ശ്രമിച്ചിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്. അവസാനം എനിക്ക് ഒരു കഥയുടെ രൂപത്തിലൊരു ഉത്തരം കിട്ടി. മഹാദേവനെ കുറിച്ചിട്ട് യോഗ പാരമ്പര്യങ്ങളുള്ളൊരു കഥയാണ്. ഇത് പുരാണത്തിൽ കാണില്ല. ഈ യോഗികൾ, ശൈവത്തിൽ തന്നെ യോഗികൾ ചെയ്യുന്നതാണ്. അതിൽ അദ്ദേഹം 10,000 വർഷത്തോളം ഒരു വിഭാഗം ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയിട്ട്, അതായത് അദ്ദേഹം ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ആ മലയുടെ മുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടിട്ട് ആൾക്കാർ കരുതുകയാണ്, ഇയാൾക്ക് എന്താ ഇത്ര സന്തോഷം, ഇയാൾ എന്താ അനുഭവിക്കുന്നത്, ആ സന്തോഷം നമുക്കുണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ എത്ര തൃപ്തി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹം ആ മലയുടെ മുകളിൽ നിന്ന് പാറക്കല്ലും ഒക്കെ ഉരുട്ടിയിടും, അല്ലെങ്കിൽ കല്ലും കട്ടയും വലിച്ചെറിയും, അടുക്കാൻ സമ്മതിക്കില്ല. കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോവും, അവരൊക്കെ പിരിഞ്ഞുപോയി. 7 പേര് മാത്രം അവിടെ കണ്ടിന്യൂ ചെയ്തു, സ്റ്റെഡ് ഫാസ്റ്റായിട്ട്. അവർ പോയില്ല, അവർക്കറിയാം ഇയാളുടെ കയ്യിൽ എന്തുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ധർമ്മത്തിൻ്റെ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റിയെക്കുറിച്ച് അത് പറഞ്ഞു വരുന്നത്. ഇയാളുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള മേടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്നു. അങ്ങനെ എത്രയോ വർഷങ്ങൾ കടന്നുപോയി. എന്തോ ഒരു കാരണം കൊണ്ട്, അത് മാജിക്കലാണ്, അത് കഥയുടെ ഭാഗമാണ്. ഇവരുടെ തലമുറകൾ വരെ മരിച്ചു പോയിട്ട് ഇവർക്ക് മരണം ഉണ്ടായില്ല, ഇവർ സ്റ്റില്ല് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, ഒരു പൗർണമിയുടെ ദിവസം അദ്ദേഹം വരാൻ പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് തെക്കോട്ട് തിരിഞ്ഞ് ചിന്മുദ്ര പിടിച്ചിട്ട് കാൽക്കലിരിക്കാൻ കൈകൊണ്ട് കാണിച്ചു. മിണ്ടില്ലല്ലോ, അദ്ദേഹത്തിന് ഈ മിണ്ടണ പരിപാടികളില്ല. കാരണം മിണ്ടിയിട്ടൊന്നും ആർക്കും കിട്ടില്ല. ശിവൻ മിണ്ടാറില്ല, മിണ്ടിയിട്ട് ഒന്നും ആർക്കും കിട്ടില്ല. ആ ഇരുന്നിരിപ്പിൽ ഇരുന്നതിനെ നമ്മളിന്ന് ദക്ഷിണാമൂർത്തി എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടായിരുന്നോ അത് അവർക്ക് കിട്ടി, അവരവിടെ തന്നെ ഇരുന്നു എന്നാണ് പറഞ്ഞു. എത്രയോ കാലം, എത്ര സമയം കടന്നു പോയി എന്ന് പോലും അവർക്കറിയില്ല. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എല്ലാവരും തട്ടി വിളിച്ചു, സ്ഥലം വിടുന്നു. അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അതായത് ഒന്നും സ്വന്തം എന്ന് പറഞ്ഞ് അടക്കി വയ്ക്കില്ല, ഒക്കെ പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞു വിടാൻ ആ പോകുന്ന സമയത്ത് അവരൊക്കെ കരഞ്ഞു പിഴിഞ്ഞു പറയും, ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ മരിച്ചുപോയി, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ തല്ലി പറഞ്ഞേക്കരുത് പറയും. കോട്ടൊക്കെ പോകണത് ഓടിച്ചു വിടും. അദ്ദേഹത്തിൻ്റെ രീതികൾ അങ്ങനെയുള്ളൂ, രൂക്ഷമാണൊക്കെ. അവർ ഓടി കുറേ ദൂരം എത്തിയപ്പോൾ കൈ കൊട്ടി തിരിച്ചു വിളിച്ചു. ഞാൻ പഠിപ്പിച്ചതിനുള്ള ദക്ഷിണ എവിടെയാണ് ചോദിച്ചു. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ദക്ഷിണ എവിടെയെന്ന് മുദ്രയെ ചോദിച്ചു അത്ര. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, കാരണം സകലതും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ, എല്ലാം ത്യജിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വന്നത്. അപ്പോൾ പറഞ്ഞു, മുദ്രയിൽ കാണിച്ചു, അല്ലല്ല എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചു, അത്ര അഗസ്ത്യനാണ് അത്ര ബുദ്ധി വന്നത്, അങ്ങ് തന്ന അറിവുണ്ട് എന്ന് പറഞ്ഞു, തരാൻ പറഞ്ഞു. അറിവിനെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചു അത്ര 7 പേരെയും കൂടെ ചേർത്തിട്ട്. എന്നിട്ട് അപ്പോഴത്ര ശബ്ദത്തിൽ പറഞ്ഞു, ഇപ്പം നമ്മൾ പൂജ്യരായി എന്ന് പറഞ്ഞു, നമ്മൾ ശൂന്യരായി, ഒന്നുമില്ല, ഇനി പോവരണം പറയാം, പഠിപ്പിക്കുക പറഞ്ഞു. ആ പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് അത്ര അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഭഗവാന്റെ അടുത്ത് ഇടയ്ക്ക്, എനിക്ക് അദ്ദേഹം ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടായിരിക്കാം, ഞാൻ പറയും, അങ്ങ് ഒരൊറ്റ ആളാണ് ഇതിനൊക്കെ കാരണം. അർഹതയില്ലാത്തവനിത് കൊടുക്കരുത്, പറഞ്ഞു കൊടുക്കരുത്, അനുഭവിപ്പിച്ചേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് വിടുക. ഇതിൻ്റെ മുഴുവൻ സോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അനുഭവിച്ചവൻ ഇത് കിട്ടിയിട്ടുണ്ട്, ചർച്ച ചെയ്തവന് കിട്ടിയിട്ടില്ല, കാണാപ്പാടം പഠിച്ചവന് കിട്ടിയിട്ടില്ല, കിട്ടിയവൻ മിണ്ടില്ല. ആ ആബ്സല്യൂട്ട് എക്സ്പീരിയൻസിനെ കണ്ടെത്തുന്ന മാർഗം എന്താണെന്നുള്ള അന്വേഷണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മം. മറ്റെല്ലാവരും പറയും സനാതനമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, എന്തിന് ഈ ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും മോക്ഷത്തിനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ആചാര്യന്മാർ
ഇതിനെ ഡിഫൈൻ ചെയ്യാറ്. ഒരു മനുഷ്യന് വേണ്ട 4 പുരുഷാർത്ഥങ്ങളായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ടെനറ്റ്സാണ് അത്. ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഒരു മനുഷ്യന് വേണ്ടതാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ അർത്ഥം, കാമം എന്തായാലും എല്ലാവർക്കും വേണം. ധർമ്മം പുല്ല്, അത് പോയാലും കുഴപ്പമില്ല. മോക്ഷം അതിപ്പോൾ വേണ്ട, അതാണ്. അപ്പോൾ ഈ ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും മോക്ഷത്തിനും 4നും എന്തൊക്കെ മാർഗങ്ങൾ ഈ പ്രകൃതിയിൽ അനാദിയായിട്ടുണ്ടോ അതൊക്കെ സനാതനധർമ്മം എന്നാണ്. എന്നാൽ ധർമ്മം എല്ലാം ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ധർമ്മങ്ങളുമുണ്ട്, സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് കാലിക പരിഷ്കാരം വരേണ്ട ധർമ്മങ്ങളുമുണ്ട്. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു കയത്തിലേക്ക് ഇറങ്ങണ അവസ്ഥയാണ്. 5 കോർ പ്രിൻസിപ്പിൾസിൻ്റെ മുകളിലാണ് ഈ ഐഡിയ മുഴുവൻ നിലനിർത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സത്യം, ട്രൂത്ത്. എന്താണ് സത്യം? ഒന്നുണ്ട്, എന്ത് നശിച്ചാലും ഒന്നുണ്ട്, ആ ഒന്ന് സത്യം. ഒന്നും ഇമ്മണി വലിയൊരു ഒന്ന്. ബഷീർ പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു, അതാണ് സത്യം, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സത്യമില്ല. ആ ഒറ്റ വസ്തു അതെന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. 2, ആ സത്യത്തിനെ വെളിവാക്കി തരുന്ന എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് വെളിവാവുക? ഒബ്സർവേഷനിൽ കൂടെ വെളിവാവുള്ളൂ. എന്തിനെ ഒബ്സർവ് ചെയ്താൽ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പക്ഷി പറക്കണു, പശു പുല്ല് തിന്നുന്നു, മനുഷ്യർ ബസ്സിൽ കയറി പോകുന്നു, ഇങ്ങനെ പലതും കാണുന്നുണ്ട്. ചിലവിടെ മരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസമല്ല, കുറച്ച് സമയം മുമ്പാണ്, മണികർണിക എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കാശിയിൽ, ഒരു ഘാട്ടാണ്. അപ്പോൾ രാത്രി അവിടെ 10-14 ചിത എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാലഭൈരവൻ്റെ മഹാകാലൻ്റെ അമ്പലമുണ്ട്. അതിൻ്റെ തിട്ട് ചെയ്യാണ്ടിരിക്കുക. കുടുംബം മുഴുവൻ കൊണ്ടുവന്നു. അവിടെ ഒരു ശവം ഗംഗയിൽ കൊണ്ടുവന്ന് മുക്കി അവരവിടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ വളരെ ക്ലീനാണ്, കാശി വളരെ ക്ലീനാണ്. ഇപ്പോൾ വളരെ ഡിവൈനായിട്ട് തോന്നുന്നു. ശവം കത്തുന്ന മണമൊന്നും വരില്ല, ധൂപം കത്തണ മണമാണ്. ഇത്രയും ചത കത്തിയാലും നമ്മൾ സാധാരണ ഇവിടെ ഒരു ഐവർമഠത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ഒരു ശ്മശാനത്തിൽ പോയി കഴിഞ്ഞാൽ മുടി കരിയണതും മാംസം കരിയണ മണം, ഇത് ധൂപം കത്തണ മണം പോലെയാണ് ആ പ്രദേശത്ത് മുഴുവൻ. അവിടെ ഒരാളുടെ നല്ല ഉയരമുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ കാലിങ്ങനെ നീണ്ടു നിൽക്കുക. ചെതയുടെ വലിപ്പം പോരാ, കാരണം അവിടെ സ്റ്റാൻഡേർഡ് സൈസ് ചെതകളേ ഉള്ളൂ. ആ സ്റ്റാൻഡേർഡ് സൈസ് ചെതയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിങ്ങനെ രണ്ടും പുറത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മുക്കി കൊണ്ടുവന്നിട്ട് ആ കാല്, നല്ല വിസ്താരമുള്ള കാലിങ്ങനെ നിൽക്കണു. ഞാൻ ആലോചിച്ചു, ആരൊക്കെ വീണ കാലായിരിക്കും, ആരെയൊക്കെ ചവിട്ടിയ കാലായിരിക്കും, എവിടെയൊക്കെ നടന്ന കാലായിരിക്കും എന്നൊക്കെ നമുക്കിങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുക. ഞാൻ കുറച്ച് നേരം അങ്ങനെ കണ്ണടച്ച് ജപിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ട്, നല്ല കത്തുകയാണ്, നല്ല അസലായിട്ട് അങ്ങോട്ട്. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരെയും കാണാനില്ല, മൂപ്പര് തന്നെ കത്തിക്കൊണ്ടിരിക്കുക. കൊണ്ടുവന്ന ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ഹരിശ്ചന്ദ്രൻ ശ്മശാന സൂക്ഷിക്കുക, അവനൊരു ബർമുടിയും ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവൻ അവിടെ ചെന്നിട്ട് ആ കാലിനിങ്ങനെ നോക്കി. അപ്പോൾ ആരോ പറയണ്ട, ആ കാല് കത്തുന്നില്ല, ഇന്നിങ്ങനെ ഇതൊക്കെ ഒറ്റ വളരെ ഭീകരമാണ് നമ്മൾ സാധാരണഗതി പറഞ്ഞാൽ. അപ്പോൾ അവനിങ്ങനെ നോക്കി, കറക്റ്റ് ആ സമയത്ത് ടക്ക് തൊട്ട് ആ കാല് മാത്രം ഒടിഞ്ഞ് പുറത്തേക്ക് വീണു. അവനതിനെ അവൻ്റെ തോളത്ത് കിടക്കുന്ന ടവൽ കൊണ്ട് എടുത്തിട്ട് ഒരു ഒടിച്ചിട്ട് അയാളുടെ മുഖത്തേക്ക് അങ്ങ് ഇട്ടു. ഇതിനെ ഇത്ര നിർമ്മമായിട്ട് കാണാൻ പഠിപ്പിക്കലാണ് സനാതനധർമ്മം. ഇതിനെ ഇത്ര നിർമ്മമായിട്ട് കാണാൻ പഠിപ്പിക്കലാണ് സനാതനധർമ്മം. അപ്പോൾ സത്യവും ഋതവും എന്ന് പറയും. നമ്മൾ സംസ്കൃതത്തിൽ ഋതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഋതം കറക്റ്റാണ്, ഇൻഡോ ആര്യൻ ലാംഗ്വേജിൽ പെട്ടതുകൊണ്ടായിരിക്കാം. മഹാനാരായണോപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ഋതം സത്യം പരബ്രഹ്മം. ഋതമാണ്, ഓർഡറാണ്, സത്യമാണ്, അതിനെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു മന്ത്രമുണ്ട്. അപ്പം ഈ പ്രപഞ്ചം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലും ഒരു ഓർഡറിലുമാണ്. ആ ഓർഡറിനെ മനസ്സിലാക്കിയാൽ, അതിനെ ഒബ്സർവ് ചെയ്താൽ, കത്തുന്ന ശവത്തിനെ, ഒരു കിളി പറക്കുന്നത്, എന്ത് ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്താലും അതിൻ്റെ അകത്ത് ഒരു വസ്തുവുണ്ട്, ഇതല്ലാത്ത എന്തോ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് വരാൻ തുടങ്ങുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ രാജപാതയിലേക്ക് പ്രവേശിക്കും. ജാബാല സത്യകാമൻ്റെ കഥ എനിക്ക് വളരെ ഫേവറേറ്റ്, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവരുണ്ടാവും. ജാബാലയുടെ മകൻ സത്യകാമൻ അച്ഛനാരാന്നറിയില്ല. അപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം, ഗുരുനാഥൻ്റെ അടുത്ത് ഗുരുകുലത്തിൽ പോകണം, അച്ഛൻ്റെ പേര് എഴുതണമല്ലോ കോളത്തിൽ. അമ്മയോട് ചോദിക്കുക അച്ഛൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു, കുട്ടിയോട് പറയും നീ തന്നെ പോയിട്ട് അഡ്മിറ്റ് ആയിക്കോ. അപ്പോൾ അമ്മ വരുന്നില്ല കൂടെ.
അപ്പോൾ ഇവൻ പറയാം, അമ്മ അച്ഛൻ്റെ പേര് ചോദിക്കില്ലേ, എന്താ പറയുക, നീ ജാബാലയുടെ മകൻ സത്യകാമനാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. കുട്ടി വളരെ സത്യസന്ധമായിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഗുരുനാഥൻ്റെ മുന്നിൽ ചെന്ന്, നീ ആരാ? അപ്പോഴേക്കും ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് ദിവസമായി. ഞാൻ ജാബാലയുടെ മകൻ സത്യകാമനാണ്. അല്ല, അച്ഛൻ്റെ പേര് പറയൂ. ഞാൻ ജാബാലയുടെ മകൻ സത്യകാമനാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. അവൻ അച്ഛനില്ല, അതുകൊണ്ടാണ് അവൻ അച്ഛൻ്റെ പേര് പോലും അവന് പറയാൻ അറിയില്ല. ഇന്നത്തെ പോലെ അന്നും കുട്ടികൾ ക്രൂരരാണ്. നമ്മൾ മുതിർന്നവരെക്കാട്ടിലും ക്രൂരത കുട്ടികളിലാണ്. ലോർഡ് ഓഫ് ദ ഫ്ലൈസൊക്കെ വായിക്കണം അതിന്, ഗോൾഡിങ്ങിൻ്റെ. അപ്പോൾ ഈ സത്യകാമൻ പറഞ്ഞതിൽ ഉറച്ച് നമ്മൾ ഗുരുനാഥൻ എണീറ്റിട്ട് പറഞ്ഞു, നീ സത്യം പറയണവനാണ്, നീ ഒരിക്കലും അഭിമാനം വിചാരിച്ചിട്ട് നുണ പറഞ്ഞില്ല, നിനക്കിവിടെ അഡ്മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ വീടിൻ്റെ പുറകിൽ തൊഴുത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി. തൊഴുത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ചാവാലി പശുക്കളുണ്ട്, 1000 ചാവാലി പശുക്കൾ. ഈ ദാനം കിട്ടണമൊക്കെ ചാവാലിയേ കിട്ടുള്ളൂ, നല്ലതാരും കൊടുക്കില്ല. അത് ഗുരുവായൂരപ്പനാണെങ്കിലും സന്യാസിയാണെങ്കിലും ചാവാലിയേ കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ കറ പറ്റിയാൽ ഗുരുവായൂരപ്പ നിനക്കൊരു പശു എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കും. ഇതൊക്കെയാണല്ലോ നമുക്കിപ്പോൾ സനാതനധർമ്മം. അപ്പോൾ അങ്ങനെ ഈ കുറേ ചാവാലി പശുക്കളുണ്ട്. അപ്പോൾ സത്യാമനോട് പറഞ്ഞു, നീ 1000 പശുക്കളെ കൊണ്ടുപോയിട്ട് തീറ്റ കൊടുത്ത് വളർത്തി നല്ല തടിച്ചു കൊഴുത്ത് ഇവറ്റകൾ പെറ്റി പെരുകി 2000 പശു ആകുമ്പോൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഗുരുപത്നി അടുക്കളുടെ ബാക്കിൽ ഇറയത്ത് നിൽക്കുന്നുണ്ട്. ഗുരുനാഥനെ വിളിച്ചു, ഒന്ന് ഇങ്ങോട്ട് വരൂ. അതേ, അവൻ അങ്ങനെ ഒരു കുട്ടിയായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനൊരു പണി കൊടുത്ത്, നിങ്ങളെന്താ അവിടെ ഇരുത്തി അവനെ പഠിപ്പിക്കാൻ ചെയ്തത്? അത് മഹാമോശമായി പോയി എന്ന് പറഞ്ഞു. അതല്ല, അവൻ്റെ വഴി വേറെയാണ്, നമുക്ക് കണ്ടറിയാലോ ഒരാൾക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ അവനെ പറഞ്ഞു, നീ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ സത്യാവൻ പോയി. ഒരു കൊല്ലക്കാലം കാട്ടിലും മേട്ടിലും എവിടേക്കോ പശുവിനെയും മേച്ച് നടന്ന് വീട്ടിൽ ഇവിടേക്ക് വരാൻ പറ്റില്ല. 2000 പശു ആവാണ്ട് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ 2000 പശു ആവുന്ന കാലഘട്ടം മുഴുവൻ സത്യകാമൻ പ്രകൃതിയെ നോക്കുകയാണ്. സത്യകാമൻ കാണാത്ത അനുഭവങ്ങളെ സത്യകാമൻ അനവധി വിഷയങ്ങൾ കാണുന്നുണ്ട്. എല്ലാം കണ്ട് 2000 പശുക്കളും തികഞ്ഞ് നാട്ടിലേക്ക് ഗുരുനാഥൻ്റെ അവിടേക്ക് മടങ്ങാൻ നിൽക്കുന്ന ദിവസം രാവിലെ അദ്ദേഹം ഒരു മരത്തിൻ്റെ താഴത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ സൂര്യനെ കണ്ടു ഉദിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷികളെ നോക്കി, തൻ്റെ കൂടെയുള്ള പശുക്കളി 2000 പശുക്കളെ നോക്കി, താൻ കിടന്ന മരത്തിനെ നോക്കി, അടിക്കുന്ന കാറ്റിനെ ഫീൽ ചെയ്തു. ഓരോ സ്ഥലത്തും ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിലെന്തോ ഉണ്ട്, ആ ഉള്ളത് തൻ്റെ അകത്തുണ്ട് എന്നൊരു സെക്കൻഡ് ഒരു സ്ഫോടനം പോലെ അങ്ങോട്ട് ഉണ്ടായി. ഭാഗവതത്തിൽ ശുഗമഹർഷി അതിനെ വിഹംഗഗതി എന്ന് പറയും. ഇങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ട പക്ഷി കടകടകടകട പറഞ്ഞിട്ട് അങ്ങോട്ട് പറക്കണ മാതിരിയാണ് ഇത് ഫീല് വരിക എന്നാണ്. അതങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ച ചെയ്തിട്ട് വരില്ല, പ്രഭാഷണം കേട്ടിട്ട് വരില്ല, അമ്പലത്തിൽ പോയിട്ട് വരില്ല, ജപിച്ചിട്ട്. ഇതൊക്കെ ടൂൾസാണ്. നമ്മളിന്ന് ടൂൾസിന് ലക്ഷ്യത്തിനെക്കാട്ടിലും പ്രാധാന്യം കൊടുത്തുപോയി. എന്നിട്ട് എൻ്റെ ടൂളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ധർമ്മം തകർന്നത്. അപ്പം സത്യകാമൻ എങ്ങനെയാണോ ആ അനുഭവം നേടിയത് ആ മാർഗ്ഗമാണ്. എനിക്കത് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ആ മാർഗം എങ്ങനെയാണോ തന്നെ തിരിച്ചറിഞ്ഞതും പ്രപഞ്ചത്തെ തിരിച്ചറിഞ്ഞതും, പ്രപഞ്ചത്തെയും തന്നെയും തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അതിനൊരു പേരിട്ട് വിളിക്കാമെങ്കിൽ അതിതാണ്. അല്ലാണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഡെഫിനിഷൻസിൽ ഒന്നും ഒരു കാമ്പുമില്ല ഇതിൽ. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വൈകുന്നേരം ആവും ഈ ഗുരുവിൻ്റെ അവിടേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെ ആ കുളമ്പടികളും ആ മറ്റേ മണികളൊക്കെ ഉണ്ട്, പശുക്കളുടെ ആ സൗണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ കേൾക്കുക അത്രേ. അപ്പോൾ ഗുരുപത്നി വന്നിട്ട് ഈ ആശ്രമത്തിൻ്റെ പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ മുന്നൊരു കുന്നാണ്. കുന്നിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ പൊടിപടലം വരികയാണ്, ഈ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ സന്ധ്യ ആവാറായപ്പോൾ ഉണ്ട് അത്രേ, സൂര്യൻ ഉദിച്ച് വരുന്ന മാതിരി ഒരാൾ വരണമെന്ന്. അപ്പം മഹർഷി പറയും, കണ്ടോ അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, ഇനി എനിക്കിനി അവനൊന്നും പഠിപ്പിക്കേണ്ടതില്ല. അതാണ് അങ്ങനെയുള്ള ചോസൺ ഫ്യൂവിന് മാത്രം എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു ഫിക്സഡ് ഐഡിയകൾ ഉണ്ടാവില്ല. ഈ ധർമ്മം മനസ്സിലാവണോ? ഫിക്സഡ് ഐഡിയ കൊണ്ട് കാര്യമില്ല, കണ്ടീഷനിങ് കൊണ്ട് കാര്യമില്ല. കണ്ടീഷനിങ്ങിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു തരാം, വളരെ സിമ്പിളാണ്. നമ്മുടെ തലയിലൊരു ചക്ക വീടുമെന്ന് വിചാരിക്കാം, എല്ലാപ്പോഴും പറയാറുള്ളതാണ്. അല്ലെങ്കിൽ ഇടിവെട്ടി സ്വന്തം പേര് പോലും മറന്നു. അവനവൻ്റെ പേര് പോലും വേറൊരാൾക്കാർ തന്ന ദാനാണ് നമ്മുടെ. ഈ ശരീരം കൊണ്ട് എന്തൊക്കെ കാണിക്കണു? ഞാൻ നേരത്തെ പറഞ്ഞ എവിടെയൊക്കെ നടന്ന കാല, ആരെയൊക്കെ ചവിട്ടിയ കാല, ആരൊക്കെ കാലിൽ വീണ കാല, ആ കാലിനെയാണ് ഓടിച്ച് മടക്കി തലക്കിട്ടത്. ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ന് തിരിച്ചറിയുന്ന അവിടെ നിന്നാണ് നമ്മുടെ അനശ്വരതയും നമുക്ക് മനസ്സിലാവുക. അത് മനസ്സിലാക്കിക്കലാണ് സനാതനധർമ്മം. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനെ വിളിച്ചത് അമൃതസ്യ പുത്ര എന്നാണ് വിളിച്ചത്. എല്ലാവരും അമൃതത്തിൻ്റെ മക്കളാണ്. അത് ഈശ്വരന് മാത്രമേ അങ്ങനെ അത്രയും സ്നേഹത്തോടെ വിളിക്കാൻ സാധിക്കുള്ളൂ. ആ മാർഗം നമുക്കൊരു ശരീരമുള്ളിടത്തോളം
ഈ സത്യത്തിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഈ ഋതത്തിനെ എങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യും? അതിനൊരു ഇൻസ്ട്രുമെൻ്റ് വേണം, ശരീരം. ശരീരത്തിൻ്റെ വാല്യൂ അതാണ്. ഇത് ഏറ്റവും വലിയ വിസയും പാസ്പോർട്ടുമാണ് സനാതനധർമ്മ സങ്കല്പത്തിൽ. ഇതിനെ അബ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തിനാണ് സിദ്ധവൈദ്യത്തിലൊക്കെ കായകൽപ്പം ഉണ്ടാക്കിയത്? ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണോ കരുതിയിട്ടുള്ളത്? ശരീരം വഹിക്കുന്ന കാലത്തെ സാധനകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ആരോഗ്യം എക്സ്റ്റെൻഡ് ചെയ്യാനാണ് കായകൽപ്പം ഉണ്ടാക്കിയത്, അല്ലാണ്ട് സംഘം ചെയ്യാനല്ല. ഈശ്വര സംഘത്തിന് വേണ്ടിയിട്ടാണ് കുടിപ്രാവേശികമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പല്ല് കൊഴിഞ്ഞു പോവും, പുതിയ പല്ല് വരും, അല്ലേ? കേട്ടിട്ടില്ലേ? ഓരോ സിനിമാ സ്റ്റാറുകൾ ഇതൊക്കെ ചെയ്യാൻ പോകണമെന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഉദ്ദേശം അതായിരുന്നു. അത് ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, ഒരു കോർ ഐഡിയ എന്നാണ് ഈ കണ്ട ലക്ഷക്കണക്കിന് ശാഖോപശാഖകളായിട്ട് ഇതിങ്ങനെ ഉണ്ടായി വരികയാണ്. എന്തിൻ്റെയും ഒരു അവസാനം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ സത്യത്തിലേക്കാണ് പോയിട്ട് നിൽക്കുക. എന്തും ആയുർവേദം നോക്കൂ, ധനുർവിദ്യ നോക്കൂ, എന്തും ഈ ഭാരതീയം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന എന്തിൻ്റെയും റൂട്ട് അന്വേഷിച്ച് പോയാൽ, രമണ മഹർഷി പണ്ട് പറയും ഏറ്റവും ബെസ്റ്റ് പരിപാടി ഞാനാരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന്. എന്ത് തോന്നുമ്പോഴും ഇതാരാ ചിന്തിക്കണത്, ഇങ്ങനെ ചിന്തിച്ചു. അപ്പം നമുക്ക് തന്നെ ഐഡൻറ്റിറ്റിയുടെ പല വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും കേൾക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഈ ധർമ്മത്തിനെ എങ്ങനെ മനസ്സിലാക്കാം, ഈ ധർമ്മം എന്താണ് എന്നുള്ളത് അനുഭവത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള, ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നുള്ളൂ. പല സ്ഥലത്തും ഞാൻ പറയേണ്ടത്, ഇന്നലെ രാത്രി നിങ്ങൾ തീരുമാനിച്ചു, സുധാകരൻ മാഷ് പറഞ്ഞിട്ടുണ്ട് നാളെ ശരത്തിൻ്റെ പ്രഭാഷണമുണ്ട്, ഒന്ന് പോയിട്ട് നോക്കണം, അവൻ എന്തൊക്കെ വിഡ്ഢിത്തരം പറയും, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കണം. രാവിലെ ആകുമ്പോൾ വിചാരിക്കണം ഉച്ചയ്ക്ക് 3:30 അവിടെ എത്തണ്ടേ, മര്യാദയ്ക്ക് ഊണ് കഴിച്ചിട്ട് കിടന്നുറങ്ങണ നേരമാണ്, എണീക്കാൻ തന്നെ 4 മണി 4:30 പോണോ? അപ്പോൾ ഇന്നലെ പോകണമെന്ന് തീരുമാനിച്ചു നിങ്ങൾ, ഇന്ന് രാവിലെ നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടാന്ന്. അപ്പോൾ ഇന്നലെ തീരുമാനിച്ച ആളാരാ? ഇന്ന് രാവിലെ അത് വേണ്ടാന്ന് പറഞ്ഞ ആളാരാ? പെട്ടെന്ന് 12 മണിയാകുമ്പോൾ അല്ലെങ്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തീരുമാനം മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നതാരാ? നമ്മുടെ അകത്ത് തന്നെ എത്ര ആൾക്കാരാണെന്നറിയോ? ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ നല്ല മനുഷ്യരായിരിക്കും, ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ മോശം മനുഷ്യരായിരിക്കും. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. ഈ നമ്മളാണ് ഈ പറയുന്ന തത്വങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിബേറ്റ്, കൺസെൻസസ്, ഇതൊന്നും പ്രകൃതിയിലില്ല. ഈ ഋതം ഒബ്സർവ് ചെയ്തത് ഞാൻ 2 സ്ഥലത്താണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ. ഒന്ന് ഡിസ്കുകളിൽ, പബ്ബുകളിൽ. ഞാൻ പബ്ബുകളുടെ മുകളിൽ പോയിരുന്നു ധ്യാനിക്കുമായിരുന്നു. ഞാൻ സിനിമയിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്ന കാലത്ത് എൻ്റെ ഒരു ഫ്രഞ്ചുകാരൻ സുഹൃത്തും ഞാനും കൂടെ പാഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നുങ്കമ്പാക്കം ഹൈ റോഡിൽ പാർക്ക് ഹോട്ടലിൻ്റെ മുകളിൽ താഴെ ഡിസ്കാണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ പോയിരുന്നു ധ്യാനിക്കും. കാരണം അവിടെ ഇരുന്ന് കിട്ടുമെങ്കിൽ എവിടെയും കിട്ടും, അതുകൊണ്ട് അവിടെ ഇരുന്ന് ധ്യാനിക്കും. 2 ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ്, നാഷണൽ ജോഗ്രാഫിക്കിൽ. രക്തം, വേട്ട, രക്തം. പ്രകൃതിയിൽ കൺസെൻസസ് ഇല്ല, ഡെമോക്രസി ഇല്ല, ഒന്നുമില്ല. അതാണ് റൂൾ. അതിൻ്റെ ഓർഡർ അന്വേഷിച്ച് പോയതാണ് ഋഷിമാർ. എന്ന് വെച്ച് നമ്മുടെ ഈ ആശയങ്ങളൊക്കെ മോശമാണെന്നോ മനുഷ്യനെ ഡിഫറൻ്റ് ആക്കണത് അതാണെന്നൊന്നുമല്ല ഞാൻ പറയണത്. കോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ പെറ്റ് വളർത്തിയവൾ തന്നെ കടിച്ച് കീറും നമ്മളെ. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ആ പ്രകൃതിയുടെ അകത്തൊരു വസ്തുവുണ്ട്, അതിനെ സാഖ്യത്തിലൊക്കെ പുരുഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയും. ഇതിനെയൊക്കെയാണ് കപിലനും ഭഗവാൻ കുറച്ചുകൂടെ പിൽക്കാലത്ത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട്, ഭഗവത്ഗീതയിലെ സാഖ്യമൊക്കെ ശരിക്കും കപിലൻ പറഞ്ഞ തിയറി അല്ല, ശരിക്കും അദ്ദേഹത്തിൻ്റെ അനവധി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൃഷ്ണൻ്റെതായിട്ടുള്ളൊരു പദ്ധതി കൂടെയാണ് സാഖ്യം പറഞ്ഞത്. വാസ്തു സാഖ്യം പഠിച്ചാൽ ഗീത മുഴുവൻ പഠിച്ചാൽ ബാക്കി വരുന്ന 16 ചാപ്റ്റർ ഈ സാഖ്യം മനസ്സിലാക്കാൻ വേണ്ടി എലോബറേറ്റ് ചെയ്ത് കൊടുക്കണം. അത് കുറച്ചുകൂടെ എത്തിയിട്ടും ഇയാളുടെ തലയെ കയറില്ല എന്ന് കണ്ടപ്പോൾ അനുഭവത്തെ കൊടുത്തു. ഈ അനുഭവം കൊടുക്കലാണ് വിശ്വരൂപം. എന്തിനാ ഞാൻ വിശ്വരൂപം ഇവിടെ കൊണ്ടുവരാൻ വെച്ചാൽ, വിശ്വരൂപമാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റിമോണിയൽ. അത് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ ഒരു കലണ്ടറിൽ ഒരാളിങ്ങനെ വടികുത്തിയമാതിരി നിന്നിട്ട് കുറെ തല, കുറെ കയ്യ്, ഇതൊന്നുമല്ല വിശ്വരൂപം. എല്ലാ വസ്തുവിലും, ഈ കസേരയിൽ, ഈ സ്പീക്കറിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ആ ചൈതന്യം കാണാൻ കഴിയുന്ന വിശ്വഭാവന പഠിപ്പിക്കലാണ് വിശ്വരൂപം കാണിക്കുക. അർജുനനെ അത് പ്രാപ്താക്കി കൊടുക്കുക, ചെയ്ത് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാ കാണ്, ഇതിൽ മുഴുവൻ ഞാനാണ്, ഇത് മുഴുവൻ നീ തന്നെയാണ്, ഒരേ വസ്തുവാണ് സകലത്തിൽ ഇരിക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ് വിശ്വരൂപ ദർശനയോഗം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഉറപ്പിക്കാൻ അനുഭവം കൊടുത്തിട്ടും വീണ്ടും ആ മനസ്സിലായതിനെ ഒന്ന് അടിച്ചുറപ്പിക്കലുണ്ട്. അതാണ് പിന്നെ വരുന്ന ചാപ്റ്റേഴ്സ്. പൂജയിൽ പോലുമാണ്, അതറിയാണ്ടാണ് ഇവിടെ ഇപ്പോൾ പലരും അമ്പലത്തിൽ പൂജ കഴിക്കണത്.
മഹാവിഷ്ണുവിൻ്റെ ഉപചാരമന്ത്രം ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ എവിടെ പറഞ്ഞു, ജിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന എന്നാണ്. ആ വാക്ക് തന്നെയാണ് ജിതന്തേ പുണ്ഡരീകാക്ഷ. അവിടുന്ന് ജയിച്ചാലും താമര കണ്ണുള്ള, ആ താമര കണ്ണെന്നല്ല, എല്ലായിടത്തും കണ്ണുള്ളവൻ എന്നതിൻ്റെ അർത്ഥം. വിശ്വഭാവന. അത് കഴിഞ്ഞിട്ട് അടുത്ത് വിളിക്കുക സുബ്രഹ്മണ്യ എന്നാണ് വിളിക്കണത്. അത് സുബ്രഹ്മണ്യൻ വേല് പിടിച്ചു സുബ്രഹ്മണ്യ ബ്രഹ്മമേന്ന്, ആ ട്രൂത്താണ്, അതറിഞ്ഞവൻ, അത് ആ രൂപത്തിലായവൻ. സുബ്രഹ്മണ്യ നമസ്തേസ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമ പുരുഷ പൂർവ്വജ. ആ പുരുഷൻ ആ ചൈതന്യം ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായവനേന്ന്. അപ്പം അതിലും അപ്പുറത്ത് ഇരിക്കുന്നൊരു വസ്തു. ഇത് അനുഭവത്തിലേ വരുള്ളൂ. എല്ലാവരും സഹസ്രനാമം എടുത്ത് വായിക്കും. ഓം വിശ്വം വിഷ്ണുർ വഷട്കാര. ഞാൻ തമാശയ്ക്ക് പറയാൻ ഓം വിശ്വം വിഷ്ണുർ വഷട്കാര, പിന്നെ ഓർമ്മ വരുമ്പോൾ സർവപ്രഹരണായുധ. ഇടയിലുള്ള ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോഴേക്കും തല വേറെ വഴിക്കൊക്കെ പോയിണ്ടാവും. അതിൻ്റെ അവസാനത്തെ വാക്കാ പിന്നെ വരിക. അതിൽ തുടക്കണം നോക്കൂ. എന്തിനെ നമ്മൾ ആ ട്രൂത്ത് എന്ന് വിളിക്കണോ അതിനൊരു സൗണ്ട് ഫോം കൊടുത്തു. കാരണം എന്തെങ്കിലും റെഫറൻസ് ഇല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിന് എപ്പോഴും ഒരു റെഫറൻസ് വേണം. അപ്പം ശബ്ദത്തിൽ ഓം എന്നൊരു ശബ്ദം അവിടെ കൊടുത്തു. ആ ഓമാണ് അവിടെ ആ ട്രൂത്ത്. ആ ട്രൂത്ത് എങ്ങനെ ഒരു ഫോം എടുത്തു എന്ന് ചോദിച്ചാൽ വിശ്വം രണ്ടാമത്തെ വാക്കിൽ വന്നു. അത് വെറുതെ അങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് വർക്ക് ചെയ്യണം. അതിനൊരു ഒരു 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 ഫ്യൂവൽ, ഒരു എൻജിൻ വേണം. അപ്പോൾ എന്ത് ചെയ്തു? ഈ എന്തൊരു ചൈതന്യമാണോ ഈ വിശ്വമായി മാറിയത് അതിൻ്റെ അകത്തേക്കത് പ്രവേശിച്ചു എന്നാ. അതായത് ഫ്യൂവലായി വിഷ്ണു. എന്നിട്ട് പ്രവൃത്തി തുടങ്ങണം. ആ പ്രവൃത്തിയെ ഒരു യജ്ഞമായിട്ട് പറഞ്ഞുകൊണ്ട് വഷട്കാര എന്നുള്ള യജ്ഞശബ്ദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. റണ്ണിങ് ഓഫ് ദി യൂണിവേഴ്സ്. അവിടുന്ന് അങ്ങോട്ട് പോവുക. പിന്നെ അത് അവസാനം വന്നിട്ട് ഇതിൻ്റെ മുഴുവൻ ആനിഹിലേഷനിലേക്ക്, ഡിസ്ട്രക്ഷനിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോമ്പണൻസ് ആക്കിയിട്ട് മാറ്റുന്ന പ്രക്രിയയിലേക്ക്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെന്നൊക്കെ നമ്മൾ ഇന്ന് പിൽക്കാലത്ത് ഫിലോസഫി പറയുന്ന, ഹിന്ദു ഫിലോസഫി പറയുന്ന കാര്യങ്ങളെ തന്നെയാണ് പറയുന്നത്. അതാക്കി മാറ്റുന്ന പ്രക്രിയ നമ്മൾ സംഹാരക്രിയ എന്ന് പറയും. അതിനെ എന്നിട്ട് എല്ലാം പതിരൊക്കെ കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസ് ആക്കി ആ ഇൻഗ്രീഡിയൻസ് ആക്കിയതിന് ശേഷം അതിനെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കണേനെ തിരോഭാവം എന്ന് പറയും. അത് എന്നിട്ട് വീണ്ടും അടുത്ത സൃഷ്ടിക്കെടുത്ത് ഷെൽഫിൽ വെച്ചാൽ അതിനെ അനുഗ്രഹം എന്ന് പറയും. ഇത് 5 കാര്യങ്ങളാണ്. ലളിതാ സഹസ്രനാമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയും പഞ്ചകൃത്യ പാരായണ എന്നൊക്കെ പറയും. എന്തേ പഞ്ചകൃത്യം എന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണമാണ്. ഈ 5 ആക്ടിവിറ്റികളുടെ അകത്തും ഒരു സെൻട്രൽ സാധനമുണ്ട്. ഈ 5 ആക്ടിവിറ്റികൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ എൻറ്റയർ ക്രിയേഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. ആ 5 ആക്ടിവിറ്റികളുടെയും സെൻട്രലായിട്ട് നിൽക്കുന്ന ആ ട്രൂത്തിനെ ഉപാസിക്കാനാണ്. അല്ലെങ്കിൽ ഉപാസിച്ചിട്ട് കാര്യമില്ല, അതിനെ അറിയുക. ഞാൻ നേരത്തെ പറയാം, ആ പഞ്ചസാര എടുത്ത് തിന്നണം, നാക്കിൽ തട്ടണം. അത് തട്ടിക്കാനുള്ള വിദ്യ, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ധർമാചരണം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ ആചരിക്കുന്നു ചോദിച്ചാൽ അത് നിയതമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത് ലഘുവായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ അതിനെ കർമ്മം എന്ന് വിളിക്കും. അതൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞു പോകണം. ആ കർമ്മവും തൻ്റെ ഈ ശരീരത്തിന് എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഞാനത് ചെയ്തു എന്നുള്ള ബോധം ഉണ്ടാവും. അപ്പോൾ പല ആൾക്കാരും പറയും ഞാൻ കർമ്മത്തിലെ വിശ്വസിക്കുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കും, എൻ്റെ മനസ്സ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ കർമ്മത്തിൽ പോലും ഞാനത് ചെയ്തു എന്നുണ്ട്. ഈ ഞാനത് ചെയ്തു എന്നുള്ളത് മുറിക്കലാണ് സനാതനധർമ്മത്തിൻ്റെ പണി. ഞാൻ അത് ചെയ്തു എന്ന് പറയണത്. അതായത് ഇന്ന് നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് കൊണ്ട് ആർക്കും മോക്ഷം കിട്ടില്ല. അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. കാരണം അവർ ഫ്ലെക്സ് വയ്ക്കും. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഫ്ലെക്സ് വയ്ക്കും, ഫേസ്ബുക്കിലിടും. ആ പ്രവൃത്തിയിലൊക്കെ കർത്തൃത്വബോധം വരികയാണ്. അത് ഞാൻ ചെയ്തു എന്ന്, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളതും പ്രശ്നമാണ്, ഞാൻ ചെയ്തത് നല്ലതാണെന്നുള്ളതും പ്രശ്നമാണ്. ഈ പുണ്യം പാപം എന്നുള്ളതൊക്കെ സെമറ്റിക് സിസ്റ്റങ്ങൾ വന്നതിന് ശേഷം ഇവിടെ വന്നതാണ്. പുണ്യവും പാപവും ഒറിജിനലി ഈ സിസ്റ്റത്തിൽ, വേദത്തിൽ എവിടെയും തപ്പിക്കഴിഞ്ഞ് ഈ സാധനം കാണില്ല. വേദത്തിൽ പുണ്യവും കുഴപ്പമാണ്, പാപവും കുഴപ്പമാണ്. ഈ ചക്രത്തിൽ വരാതിരിക്കുക, ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാമെന്നുള്ള പരിപാടികളാണ് ഈ സിസ്റ്റം പഠിപ്പിച്ചു കൊണ്ടുപോയത് മുഴുവൻ. അപ്പോൾ ആത്യന്തികമായിട്ട് എന്താ വേണ്ടി? ജനിക്കാതിരിക്കുക. എന്താ ജനിക്കാതിരിക്കുക? തൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണോ, സ്വസ്വരൂപം എന്ന് പറയും. ആ അവസ്ഥയിൽ ഇരിക്കാൻ സാധിച്ചാൽ പിന്നെ ശരീരം വേണ്ട. കടൽ പുറത്ത് കിടക്കണ, കരയിൽ കിടക്കണ വെറും വെള്ളത്തുള്ളികളാണ് നമ്മളൊക്കെ. ആ വെള്ളത്തുള്ളി കടലിലേക്ക് അങ്ങോട്ട് വീണ പിന്നെ ഞാൻ തുള്ളിയാണെന്ന് പറയാൻ പറ്റുമോ?
എൻ്റെ പേര് ഈ പേരിലുള്ള തുള്ളിയാണ് ഞാൻ, ആ പേരിലുള്ള തുള്ളിയാണെന്ന് പറഞ്ഞത്. ഞാൻ കടലാണ്. പിന്നെ ആ കടലിലേക്ക് പോകാനുള്ള പദ്ധതികളാണ് ഏത് സ്കൂളിൽ പോയാലും, ഏത് സ്കൂൾ ഓഫ് തോട്ടും ഈ സനാതനധർമ്മത്തിൻ്റെ ലേബൽ ഇന്നുള്ള ഏത് സ്കൂൾ ഓഫ് തോട്ടും, അത് മദ്യമാംസം വെച്ച് പൂജിക്കുന്ന പദ്ധതികളായിക്കോട്ടെ, ബലിയുള്ള പദ്ധതികളായിക്കോട്ടെ, ഏറ്റവും സാത്വികം എന്ന് പറയുന്ന പദ്ധതികളായിക്കോട്ടെ, ഏത് പദ്ധതിയുടെ ആത്യന്തികമായിട്ട് തന്നെ ടു ഡിസ്കവർ വൺ സെൽഫ്. ആചാര്യസ്വാമികളൊക്കെ കറക്റ്റായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ ഭക്തി പ്രസ്ഥാനക്കാരൊക്കെ അത് സൗകര്യപൂർവ്വം എങ്ങനെ മറക്കണു, എങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്യണമെന്ന് ഞാൻ എത്രയോ പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് പറഞ്ഞ മോക്ഷം കിട്ടാൻ ഏറ്റവും നല്ല ഭക്തിയാണെന്ന്. എന്താ ഭക്തി? ഇന്ന് കാണിക്കുന്നതല്ല ഭക്തി. ഇന്നൊക്കെ ഫാൻസ് അസോസിയേഷൻസാണെന്ന് ഞാൻ പറയാറുണ്ട്. പ്രകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ ഭക്തി എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. ആ ഭക്തി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധേയത എന്ന് പറഞ്ഞിട്ടുള്ളത്. അവനവൻ്റെ സ്വരൂപത്തെ സദാ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക, സദാ ബി വിത്ത് വൺ സെൽഫ്. ഈ പദ്ധതിയാണ് വാസ്തവത്തിൽ സനാതനധർമ്മം. കാരണം നമ്മൾ എന്ത് ഓർഡറിലാണോ ഈ പ്രപഞ്ചത്തിൽ വർത്തിക്കേണ്ടത്, ആ കോസ്മിക് ഓർഡറുമായിട്ട് നമ്മൾ 100% ഇൻ ട്യൂൺ ആവുന്നത് എപ്പോഴാണോ അതാണ് ഒരു സനാതനധർമ്മചാരി. ആ ആൾക്ക് അയാൾ ഏത് മതത്തിൽ ജനിച്ചു, ഏത് ജാതിയിൽ ജനിച്ചു, അയാൾക്ക് കൈയുണ്ടോ കാലുണ്ടോ അംഗവൈകല്യോ ഇതൊന്നും വിഷയമല്ല. ഇതൊരു ഫുള്ളി ഇൻറ്റേർണൽ പ്രോസസ്സാണ്. അനുഭവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം. അനുഭവത്തിൽ നേടുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഞാൻ ഈ ധർമ്മത്തിൽ ഇത്രയധികം ശ്രദ്ധ കൊടുക്കാനുള്ളൊരു കാരണം ഞാൻ മറ്റൊരു മതപദ്ധതിയുടെ സ്കൂളിലാണ് പഠിച്ചു വളർന്നത്. ഞാൻ അതിൽ ഡിപ്ലോമ എടുത്തു. 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ ഞാൻ 2-3 ഇതന്നെയായിരുന്നു പണി. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇംഗർസോളും കോവൂരും ഏറ്റവും കൂടെ വായിച്ചിരുന്നു. ഞാൻ 5ലും 6ലും ഏറ്റവും കൂടെ വായിച്ചിരുന്നത് ഇംഗർസോളും കോവൂരുമാണ്. ഡോക്ടർ A.T. കോവൂര് എല്ലാവർക്കും അറിയാം ആരാ ഡോക്ടർ A.T. കോവൂര്. ഇടമറുക് ഞാൻ അത്ര വായിച്ചിരുന്നില്ല, എന്തുകൊണ്ടോ എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ കോവൂര്, അതേപോലെ ഇംഗർസോളും, ഷെല്ലി, വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ലഘുലേഖയൊക്കെ ഉണ്ട്. അതൊക്കെ ഇരുന്ന് വായിക്കും. യാദൃശ്ചികമായിട്ട് എൻ്റെ കയ്യിൽ വന്ന് വിട്ട പുസ്തകങ്ങളാണ്. അച്ഛൻ്റെ അനിയൻ അവിടെ കുറേ പുസ്തകങ്ങൾ വീട്ടിലിട്ടിട്ട് പോയി ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി പോയപ്പോൾ. അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനൊക്കെ വിമർശിക്കണം തോന്നി, എല്ലാവർക്കും തോന്നുന്ന പോലെ. പക്ഷെ അച്ഛൻ ഒരു കാര്യം ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ട്, ഒന്നും പഠിക്കാതെ വിമർശിക്കരുത്. അതെനിക്ക് വലിയ ഉപകാരം ചെയ്യും. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വല്ല ഫേസ്ബുക്ക് എഴുത്തുകാരനെ മാറിയിട്ടുണ്ടാവും. ഫേസ്ബുക്കിൽ എഴുത്തായിരിക്കും ഇപ്പോൾ എൻ്റെ പ്രധാന പണി. അതായിരുന്നെങ്കിൽ ആ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് പഠിച്ച് അല്ലെങ്കിൽ വായിച്ച് വരും ഇതൊന്നും കൊണ്ടും കിട്ടാത്തൊരനുഭവം അവിടെ ഉണ്ട് എന്ന് എന്തോ ഒരു ഗുരുത്വം എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ ഗുരുത്വം കൊണ്ട് സംഭവിച്ചു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, സനാതനമായിട്ട് എല്ലാ കാലത്തും നിൽക്കുന്ന എന്ന പദമുള്ള ആ വാക്കുകൊണ്ട് എന്തിനെയാണോ വിവക്ഷിക്കുന്നത്, ആ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മറ്റ് ഡോഗ്മാറ്റിക് റിലീജിയൻസ് പോലെയല്ല, അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അതുകൊണ്ട് ചരിത്രം അന്വേഷിക്കേണ്ട. ഇതിൽ ചരിത്രം അന്വേഷിച്ചിട്ട് എവിടെ എത്തില്ല എന്നും മനസ്സിലായി. ഇത് ഋതത്തിലാണ് നിൽക്കുന്നത്. എന്താ ഋതം എന്നും കറക്റ്റായി പഠിച്ചു. ഋതം, താളം. ഞാൻ പലപ്പോഴും പല പ്രഭാഷണങ്ങളും, അമ്മൂമ്മയൊക്കെ നാട്ടിൽ ഞങ്ങൾ പാലക്കാട് ഭാഗത്തൊക്കെ പാലക്കാടൻ ഭാഷയിൽ ഒരാൾ ഇത്ര കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ പറയും ഉണ്ടെങ്കിൽ അമ്മൂമ്മ പറഞ്ഞ വാക്കാണ്, അവൻ താളം കെട്ടതാ പറയും. നാടൻ ഭാഷയാണ്, പക്ഷെ അതിൻ്റെ പ്രൊഫൗണ്ട്നെസ് അത്രയധികമാണ്. ഒരുത്തൻ താളം കെട്ടതാണെന്ന്. അവൻ താളത്തിലല്ല, ഹീസ് ഔട്ട് ഓഫ് ഋതം എന്ന് പറഞ്ഞാൽ അത് ആ പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ മനുഷ്യരാശിയുടെ 99.9% പേരും താളം കെട്ട അവസ്ഥയിലാണ്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് കാര്യമായിട്ട് അടിപറ്റിയിട്ടില്ല. ഭൂമിയുടെ അച്ചുതണ്ടിൽ വന്ന 16ാം നൂറ്റാണ്ടിൽ വന്ന ചെറിയ 1 ഡിഗ്രി വ്യത്യാസം കൊണ്ട് ക്ലൈമറ്റിൽ വലിയ ചേഞ്ചുകൾ വന്നു. പക്ഷെ നമ്മൾ നമ്മുടെ പഞ്ചാംഗം മാറ്റിയില്ല. എന്നിട്ട് നമ്മൾ പറയും കണിക്കൊന്ന കാലം തെറ്റി പൂക്കണമെന്ന്. കണിക്കൊന്ന കൃത്യമായിട്ടാണ് പൂക്കണം. മാർച്ച് 25 അപ്പോൾ വിഷു, കർക്കിടകത്തിലാണ് ഓണം വരണത്. നമ്മൾ പഞ്ചാംഗം മാറ്റാത്തത് നമ്മുടെ കുഴപ്പമല്ല, അത് പ്രകൃതിയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ലെൻസ് വെച്ചിട്ട് അങ്ങോട്ട് കാണും. ഞാനതാ പറഞ്ഞത്, എന്ത് ലെൻസ് വെച്ചും കണ്ടോളൂ. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു ചക്ക വീഴാൻ തീരേണ്ട പണിയുള്ളൂ. തലയിലൊരു ചക്ക വീണ തീരേണ്ട ഡോഗ്മയും തിയറിയും ഒക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ ശരീര കേന്ദ്രീകൃതമായിട്ട് എന്ത് നിർത്തിയാലും അവിടെ അതാ സംഭവിക്കുക. ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ സാധിച്ചു. മരണങ്ങൾ മുന്നിൽ കാണുമ്പോൾ
എൻ്റെ കൺമുന്നിൽ ഒരു വ്യക്തി കോയമ്പത്തൂർ വെച്ചിട്ട് വണ്ടി അടിച്ച് സ്പോട്ടിൽ, അയാൾ എൻ്റെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക, ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കും. ഞാൻ ഒരു ഗസ്റ്റ് ലെക്ചർ പഠിച്ചിറങ്ങിയ കാലമാണ്. ഞാൻ PSG കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോയതാണ്. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ മുന്നിലുണ്ടാവുന്ന ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാനതൊക്കെ പറയും, ഇതൊക്കെ എൻ്റെ ഫോർമേറ്റീവ് ഇൻസിഡൻസ് ആയിരുന്നു. ഈ അന്വേഷിക്കാൻ, ഈ കടുത്ത നിരീശ്വരവാദിയായിരുന്ന ഞാൻ ഇത് അന്വേഷിക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനത്തെ വ്യക്തിപരം. നിങ്ങൾക്ക് ഇതുമാതിരി ഇതിലും പ്രൊഫൗണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ എൻ്റെ അനുഭവം ഒന്നും ആയിരിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചു വരുന്ന സത്യമേവ ജയതേനാനൃതം എന്നൊക്കെ പറഞ്ഞു, അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള ആ സത്യം, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, ആ സത്യമല്ല അത്. എന്തിൻ്റെയും അകത്തൊരു വസ്തു ഉണ്ട് എന്നുള്ള നമ്മുടെ അറ്റസ്റ്റേഷനാണ് ആ സത്യം. ആ സത്യത്തിന് ഉപാസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈ ഋതത്തിനെ ഒബ്സർവ് ചെയ്താലേ ആ സത്യത്തെ കിട്ടുള്ളൂ. അത് ഒബ്സർവ് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ചിട്ട് ചര്യ ഉണ്ടാക്കണം. അതിനാണ് ഈ ധർമ്മവും കർമ്മവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സത്യത്തിനെ കിട്ടി എന്ത് കിട്ടും? ഏറ്റവും അവസാനം പറഞ്ഞ അവസ്ഥയെ പ്രാപിക്കാം, മോക്ഷത്തെ പ്രാപിക്കാം എന്ന് പറഞ്ഞു. ഈ മോക്ഷം കിട്ടാൻ മരിക്കേണ്ട ആവശ്യമില്ല. ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഈ റിയലൈസേഷൻ ഉണ്ടാക്കിയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാണ്ട് മരിച്ചു മോക്ഷം കിട്ടുക എന്നുള്ളത് പലപ്പോഴും നടക്കാറ്. കാരണം മരണസമയം എന്നുള്ളത് അതിപ്പോൾ ഇവിടെ പറയേണ്ട ഒരു വിഷയമല്ല. അതൊക്കെ മുമ്പ് പല പ്രഭാഷണങ്ങളിൽ മരണസമയം എന്നുള്ളതൊരു വലിയ പാരഡോക്സാണ്. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് എത്ര വലിയ സന്യാസിയാണെങ്കിൽ പോലും ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിടുന്ന സമയത്ത് ഒരു പടക്കൽ പടയ്ക്കുന്നു. ആ നേരത്ത് അജാമളനെ പോലെ നാരായണമെന്നൊന്നും വിളിക്കാൻ ചിലപ്പോൾ നാക്കിൽ വരില്ല. അതുകൊണ്ട് എത്ര നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മൊമെൻറ്റിന് വേണ്ടിയിട്ടിരിക്കണോ അതാണ് നല്ലത്. മുമ്പ് മമ്മിയൂർ അതിരുദ്രത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞിട്ട്, സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ മരിക്കണം എന്നാണ്. മരിക്കാൻ പഠിപ്പിക്കല. ഇതിൻ്റെ ഗുരുവാണ് മഹാദേവൻ. എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കുക വെച്ചാൽ എങ്ങനെ ഇത് കടന്ന് പോകണം. ആ മരണം എന്നുള്ളത് ശരീരം നശിക്കുക എന്നുള്ളതല്ല അർത്ഥം, ശരീരത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്താൽ മാത്രമേ ഈ സത്യത്തിലേക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ലെസൺ അതാണ്. സത്യത്തെ തെളിഞ്ഞ് കാണണമെങ്കിൽ കരി പിടിച്ചിട്ടുള്ള കണ്ണാടിയിൽ ഒരു വിരലോണ്ട് ഇങ്ങനെ വരച്ചാൽ നമുക്കിങ്ങനെ തിളങ്ങി കാണാം. നമ്മുടെ മുഖം കുറച്ച് നോക്കിയാൽ കാണാം. അതുപോലെയാണ് ആ അനുഭവം വരിക. പിന്നെ കണ്ണാടി അങ്ങോട്ട് തുടച്ച് കൊണ്ടുവരികയാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും പുറത്തുനിന്ന് പുതുതായിട്ട് കിട്ടാനില്ല എന്ന്. ഒന്ന് കഴിയാൽ മതി എന്നാണ് പറഞ്ഞു, ഒന്ന് കുളിച്ചാൽ മതി നന്നായിട്ട്. ബുദ്ധനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഒരു ഫാഷനാണ്. അപ്പോൾ അനുഭവം, ഡയറക്റ്റ് എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് എന്നെ ആകർഷിച്ചു, വളരെയധികം ആകർഷിച്ചു. അതിലും ഉപരിയായിട്ട് എന്നെ ആകർഷിച്ച കാര്യം, എവിടെ അത് കെട്ടിയിടുന്നില്ല. ഈശ്വരനിൽ വിശ്വസിക്കേണ്ട നിർബന്ധമേ ഇല്ല. അതാണ് മഹാദേവൻ പറഞ്ഞു വിട്ടത് അഗസ്ത്യൻ്റെ അടുത്ത്. ആരുടെ മേലെ അടിച്ചു പഠിപ്പിക്കരുതെന്നാണ് പറഞ്ഞു, തുറന്നു വിടാൻ, ഫ്രീ. കൃഷ്ണൻ എന്താ പറയണത്? മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, അർജുന, ഒരാൾ മദ്യപിച്ചോ അവൻ വ്യഭിചരിക്കണ്ടോ അവൻ അവിടെ നടക്കട്ടെ, അവൻ എന്നിൽ ഉറച്ചു നിൽക്കണ്ടെങ്കിൽ അവൻ യോഗിയാണെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള ഗുരുനാഥൻ കൃഷ്ണൻ മാത്രമാണ്. കൃഷ്ണനെ അത് പറയാൻ സാധിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഭൗതികതയുടെ അകത്ത് നിന്നിട്ടും ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ലാണ്ട് നിന്ന ഏക ആളാണ്. ഇവിടെ പറയേണ്ട ഒരു വിഷയമല്ലെങ്കിലും അവരൊക്കെ അതിൻ്റെ മാതൃകയായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് ആയിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട് കൃഷ്ണനെ കുറിച്ചിട്ട്, വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ കൃഷ്ണൻ ആരാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അനുഭവം രൂപമെടുത്തു എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ അവതാരം എന്ന് വിളിച്ചത്. അനുഭവം രൂപമെടുത്താണ്, ഒരാളുടെ അനുഭവമാണ്. അവർ മനുഷ്യരായിരുന്നു അവരൊക്കെ, പക്ഷേ അവരവരെ കണ്ടെത്തി എന്നുള്ളതാണ് അവരുടെ ഗ്രേറ്റ്നസ്. അവരെ നമ്മൾ ചുമരിൽ ചില്ലടിച്ചിട്ടും പ്രതിമയാക്കിയിട്ടും വെച്ചിട്ട് ധർമ്മത്തിനെ നാനാവിധാക്കി കളഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കുക. ഗുരുക്കന്മാരിലെ ഗുരു നമ്മൾ പറയും വലിയ ദേഷ്യക്കാരൻ, ആ മഹാദേവൻ പോലും പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലും വെള്ളം തൊടാതെ വിഴുങ്ങരുത് എന്ന് പറയണ ഒരു പദ്ധതിയാണിത്. ചോദ്യങ്ങൾ ചോദിക്കാം, അന്വേഷിക്കാം, സർവ്വ സ്വാതന്ത്ര്യമുണ്ട് അതിന് ഈ പദ്ധതിയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ടു സീക്ക് ആൻഡ് ഫ്രീഡം ടു ആസ്ക് ക്വസ്റ്റ്യൻസാണ്. അതൊരു സംശയമില്ല. പിന്നെ എനിക്ക് എൻ്റെ ബുദ്ധിക്കും എൻ്റെ അനുഭവത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഒന്നും ഞാൻ നിർബന്ധപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യണമെന്ന് സനാതനധർമ്മം ശാഠ്യം പിടിക്കുന്നില്ല. നിൻ്റെ ബുദ്ധിക്കും നിൻ്റെ പക്വതയ്ക്കും നിൻ്റെ അനുഭവത്തിനും അനുസരിച്ചിട്ടുള്ളത് ആക്സെപ്റ്റ് ചെയ്താൽ മതി.
അത് ആ ഫ്രീഡം തരുന്നത് വേറെ ഒന്നിലും കിട്ടില്ല, വേറെ ഒരു സ്ഥലത്തും അത് കിട്ടുന്നില്ല. പിന്നെ എന്തൊക്കെ അതിർത്തികൾ വെച്ചാലും, എന്തൊക്കെ അവധികൾ വെച്ചാലും, എന്തൊക്കെ സമയത്തിൻ്റെ എന്താ പറയുക കട്ടിങ്ങുകൾ വെച്ച് കഴിഞ്ഞാലും, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വസ്തു, എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ശിവനാണെന്ന് ഞാൻ ശങ്കരാചാര്യസ്വാമികൾ എഴുതി. ഏകോപശിഷ്ട ശിവക്കേവലോഹം ദശശ്ലോകയുടെ അവസാനമാണ്. മരിക്കാൻ കിടക്കുമ്പോൾ പത്മപാദൻ്റെ മടിയിൽ നമ്മൾ കരുതുന്നു അദ്ദേഹം ഹിമാലയത്തിൽ പോയി കയറി അപ്രദക്ഷിണായി, അതൊക്കെ വേറെ വിഷയം. അദ്ദേഹത്തിന് ഭഗന്തരായിരുന്നു. അനവധി കാലം ഒരു സന്യാസി ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വരുന്നതാണ്. ബുദ്ധനും അതുതന്നെയായിരുന്നു. ബുദ്ധൻ ഒരു സർജറിയിലാണ് ശരീരം വിടുന്നത്. ബിംബിസാരൻ സർജറി നിരോധിച്ച് കളഞ്ഞ് നിർമ്മലാനന്ദ സ്വാമി എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണ് അത്ര ആയുർവേദം വളർന്നത്. സർജറി കൊണ്ട് മാറ്റിയിരുന്ന അസുഖങ്ങൾ രാജാവ് നിരോധിച്ചത് കൊണ്ട് മരുന്നുകൊണ്ട് മാറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ കൂടുതൽ ഗവേഷണങ്ങൾ നടന്നു. അതുകൊണ്ട് ആയുർവേദം വളർന്നു എന്ന്. അതേപോലെ ആചാര്യസ്വാമികൾ അവസാനം ശരീരം വിടുന്ന സമയത്ത് പത്മപാദൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ഗുരുനാഥ അങ്ങ് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു തന്നു. എന്നാലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോൾ 10 ശ്ലോകം ചൊല്ലി. അതിൻ്റെ ഒക്കെ അവസാനം ഇതാണ്: ഏകോപശിഷ്ട ശിവക്കേവലോഹം, എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ എന്താ പറയുക, ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം ഈ സാധനയിൽ, ഈ പദ്ധതിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഭക്തി ബലഹീനതയല്ലേ എന്ന് ചോദിക്കും. നേരെ തിരിച്ചാണ്. ഏറ്റവും വലിയ ധൈര്യമാണ് യഥാർത്ഥ ഭക്തി. കാരണം ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു സീക്കർക്കേ വരുള്ളൂ. ഒരാവശ്യത്തിന് വേണ്ടി അമ്പലത്തിൽ പോകുന്നവൻ ഒരാൾക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. ഒരു സീക്കറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് സ്വതന്ത്രമായിരിക്കും. അത് കഴുകി വൃത്തിയാക്കി വെച്ച പാത്രം ആയിരിക്കും. തുടക്കത്തിൽ പറഞ്ഞ ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ നമ്മുടെ തലയിൽ ഇതുവരെ കയറ്റി വെച്ചത് മുഴുവൻ നമ്മൾ ഇറക്കി താഴെയിടുമ്പോൾ നമ്മുടെ മനസ്സ് സത്യകാമൻ്റെ പോലെ തുറന്നിരിക്കുമ്പോഴാണ് ഈ സംഭവം നമ്മുടെ അകത്തേക്ക് നമുക്ക് വരിക. നമുക്കത് കാരണം ഒന്നും ഫോഴ്സ്ഡ് അല്ല. ഇത് ഫോഴ്സ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വരുന്നത് നോക്കിയാൽ കാണാം. ഈ മറ്റ് മതപദ്ധതികൾ ഈ രാജ്യത്തേക്ക് കാലുകുത്തിയതിന് ശേഷമാണ് അവരുടെ അതേ സ്ട്രക്ചറുകൾ പോലെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കി. ഇന്നത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു ഭക്തി പ്രസ്ഥാനം വരെ ആ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് ഒരു രൂപത്തിലുള്ള ദേവത മതി, ബാക്കിയുള്ള രൂപത്തിലുള്ള ദേവതകളൊക്കെ പിശാചുക്കൾ അല്ലെങ്കിൽ രണ്ടാം തരം പഠിപ്പിക്കുക വരും. അങ്ങനത്തെ സ്ട്രക്ചേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാക്കാനാണ് ഇന്ന് ധർമ്മപ്രചരണം എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ റെക്കോർഡ് എന്നെ കൊല്ലും, ഒരു സംശയവും വേണ്ട. പിന്നെ സർവം ഖല്വിതം ബ്രഹ്മ, സകലത്തിലും ആ സത്യത്തെ കാണാൻ പഠിപ്പിക്കുക എന്നുള്ളത് എന്നെ ഒരുപാട് ആകർഷിച്ചു. അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും സെൽഫ് റിയലൈസേഷന് പ്രാധാന്യം കൊടുക്കണം. ഓരോ വ്യക്തിയുടെയും അവനവനെ കണ്ടെത്തലിന് പ്രാധാന്യം കൊടുക്കണം. ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും എന്ന് പറഞ്ഞു. ഓരോ വ്യക്തിക്കും സെൽഫ് റിയലൈസേഷൻ കിട്ടിയാൽ അവിടെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വസ്തു വരുന്നില്ല. സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് അനവധി ഇൻഡിവിജ്വൽസിൻ്റെ ഒരു കൂട്ടമാണ്. അനവധി സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഒരു സ്ഥലത്തിരുന്നാലും അവരൊരൊറ്റ ആളാണ്. ഒരാളാണത്, ഒരു ട്രൂത്താണ്, ഒരൊറ്റ സത്യമാണ്. ഇത് വേറൊരു പദ്ധതിയിലും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. കമ്മ്യൂണുകളുണ്ട്, നമുക്ക് കമ്മ്യൂണുകൾ കൊണ്ട് കാര്യമില്ല. കമ്മ്യൂണുകൾ കൊണ്ട് ഒരിക്കലും സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ് കറക്റ്റാക്കാൻ പറ്റില്ല. സമൂഹം പരിവർത്തനം നടത്തുക, സാമൂഹിക പ്രവർത്തനം നടത്തുക, പുരോഗതി ഉണ്ടാക്കുക, മൂവ്മെൻറ്റുകൾ നടത്തുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഭോഷ്കതാണ് വ്യക്തിയാണ് നന്നാവേണ്ടത്. വ്യക്തി നന്നാവേണ്ട ഒരു ടോട്ടാലിറ്റിയിൽ ഒരു സ്ഥലത്തും ഒരു നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓരോ വിത്തും നന്നായി മുളച്ച് വളർന്ന് കതിരിട്ടാലേ ആ പാടത്ത് നല്ല വിളവ് കിട്ടുള്ളൂ. അല്ലാണ്ട് കാർപ്പറ്റ് ബോംബിങ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേദാന്തമാണ് അത് പഠിപ്പിക്കുന്നത്. പിന്നെ സ്വർഗം വേണമെന്ന് പറയുന്നില്ല, മോക്ഷം വേണമെന്ന് പറയുന്നില്ല. എന്തർത്ഥത്തിലുള്ള മോക്ഷം? ഈശ്വരനിൽ പോയി ലയിക്കുക തുടങ്ങിയിട്ടുള്ളതൊന്നുമല്ല സനാതനധർമ്മം പറയുന്നത്. അത് ഭക്തിയുടെ വളർച്ച വന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഈശ്വരങ്കൽ പോയി ചേരുക, അവരുടെ ലോകത്ത് പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ കൈലാസത്തിൽ പോയിരിക്കുക, വൈകുണ്ഠത്തിൽ പോയി നോക്കൂ. വൈകുണ്ഠം, കൈലാസം എന്നുള്ള പേരുകൾ പോലും ഞാൻ പല പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുണ്ഠത എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. എല്ലാ സംശയങ്ങളും അവസാനിക്കണ അവസ്ഥയാണ് വൈകുണ്ഠം. അതൊരവസ്ഥയാണ്, അതൊരു ലാൻഡോ ഒരു പ്ലേസോ അല്ല, അതൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആണത്. എപ്പോഴാണ് എല്ലാ സംശയങ്ങളും അവസാനിക്കുക? തൻ്റെ സ്വരൂപം തിരിച്ചറിയുമ്പോൾ, ആ ഫൈനൽ ട്രൂത്തിലെത്തുമ്പോൾ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ എന്താ പറയുക കൺഫ്യൂഷൻസ് അവിടെ മാറി. ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഗോലോകം എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ഗോലോകം? പ്രകാശത്തിൻ്റെ ലോകം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അല്ലാണ്ട് അവിടെ പശു മേഞ്ഞ് നടക്കണമെന്നാണ് പഠിപ്പിക്കണം. ഇപ്പോൾ വേദത്തിനൊരു ഡിക്ഷണറി ഉണ്ടേ.
നിരുക്തം എന്ന് പറയും യാസ്കൻ്റെ, അറിയാലോ. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോപാലൻ, മുകുന്ദൻ എന്നൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥങ്ങളൊന്നുമല്ല ഇതിന്. അത് വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഇത് മുഴുവൻ പോയിൻ്റ് ചെയ്യുന്നത് ഈ ട്രൂത്തിലേക്കാണ്, ഈ സത്യത്തിലേക്കാണ്. പിന്നെ എവിടെ നോക്കിയാലും വിഷ്ണു പുരാണം എടുത്താലും നാസദീയം എന്ന് പറഞ്ഞിട്ടൊരു സൂക്തമുണ്ട്, സൃഷ്ടിയുടെ സൂക്തമാണ് വേദത്തിൽ. ഇന്ന് സയൻസ് പറയുന്ന ക്രിയേഷൻ്റെ സെയിം പ്രോസസ് ഫ്ലോആണ് അതിൻ്റെ അകത്ത് കാണുന്നത് നാസദീയ സൂക്തത്തിൽ. അതേപോലെ തന്നെ ദശാവതാരം തിയറിയെ ഇപ്പോൾ എവല്യൂഷനുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഡാർവിൻ പറഞ്ഞതുപോലും തെറ്റാണ് പല കാര്യങ്ങളും ഇന്നിപ്പോൾ പ്രൂവൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സയൻസിന് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഐൻസ്റ്റൈൻ ഇക്വേഷനിൽ എഴുതി വെച്ചു ലൈറ്റ് ബെൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സ്. ലൈറ്റ് വളയുന്നു. നമുക്ക് ലൈറ്റ് എങ്ങനെ വളയുക? വെളിച്ചം വളയുന്നു എഴുതി. പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഐൻസ്റ്റൈനും ശരീരം വിട്ട് അദ്ദേഹം എത്രയോ കാലം കഴിഞ്ഞപ്പോഴാണ് പ്ലൂട്ടോയിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട് ഇവിടെ ഭൂമിയിൽ നോക്കുമ്പോൾ കാണുന്നു. ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈനില്ല. ഇത് നേരെ കാണാൻ പാടില്ലാത്തതാണ്. ഇത് കാണാൻ പറ്റാത്തതാണ്. കാരണം പ്ലൂട്ടോ മറയ്ക്കണം, പക്ഷെ നക്ഷത്രം കാണുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് പ്ലൂട്ടോയിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് അടിക്കണേ, ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ ആ പ്രകാശം വന്ന് തട്ടുന്നത് കൊണ്ട് നമ്മൾ ആ നക്ഷത്രത്തിനെ കാണുന്നു. ഐൻസ്റ്റൈൻ അന്ന് വെറും മാത്തമാറ്റിക്കലി എഴുതി വെച്ചത് കണ്ടെത്തി. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്ലൂട്ടോ ഗ്രഹമാണ്, ഇപ്പം ഗ്രഹമല്ല. അറിയാത്തവരുണ്ടോ? പ്രേം നസീർ മരിച്ചത് അറിയാത്തവരുണ്ടോ? അതുപോലെ പ്ലൂട്ടോ ഗ്രഹമല്ല എന്ന് മാറിക്കൊണ്ടിരിക്കും. സയൻസിലും മാറ്റങ്ങളുണ്ട്. എന്തൊക്കെ മാറിയാലും, ചിന്താ പദ്ധതികൾ മാറിയ, വർഷിപ്പിൻ്റെ രീതികൾ മാറിയ, എന്തു മാറിയാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും എന്തൊന്ന് മാറാതെ നിൽക്കുന്നുണ്ടോ അതിൻ്റെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം. അത് അതിൻ്റെ അക്കാമ്പിനൊരു മാറ്റവും വരാതെ അതിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ തന്നെ എത്ര മോഡിഫൈ ചെയ്താലും മറ്റു പദ്ധതികളിൽ നിന്ന് സ്വയം സ്വീകരിച്ചാലും അതിങ്ങനെ വളർന്ന് വരും. പക്ഷേ അതിൻ്റെ കോറിൽ ഒരു മാറ്റവും വരില്ല. നമ്മളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചരിത്രകാരന്മാർ പറയും ഇത് ബൗദ്ധമായിരുന്നു, ഇത് ജൈനായിരുന്നു. സോ വാട്ട്? സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ രസം അതാണ്. അതിൻ്റെ കോറ് മാറില്ല. അത് എല്ലാറ്റിനും വലിച്ചുകൊണ്ടിരിക്കും. അബ്സോർബ് ചെയ്യും. ഇത് തന്നെയാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ ഒരു വലിയ ഘടകമായത്. നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് ചില ചിന്തകന്മാർ ശങ്കരാചാര്യരെ പറയാറുണ്ട്. കാരണം അങ്ങനെ വാറിങ് ഫാക്ഷൻസ് ആയിരുന്ന നാട്ടുരാജ്യങ്ങളിൽ പോലും ഒരു കോമൺ സിസ്റ്റം വരണ പോലെ ഇത് ഉണ്ടാക്കിക്കൊണ്ടത് ഈ ഒരു മനുഷ്യൻ്റെ യാത്ര കൊണ്ടാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് പലരും. അതിൽ ചെറിയൊരു സത്യമുണ്ട്. 4 വശങ്ങളിൽ മഠങ്ങൾ സ്ഥാപിക്കലും അദ്ദേഹത്തിൻ്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളും എല്ലാ പദ്ധതികളും, ഈവൻ ശ്രീവിദ്യ പോലും ഇന്ന് നമ്മൾ ഏറ്റവും കൂടെ ഫാഷനാണെന്ന് ശ്രീവിദ്യ മന്ത്രം കിട്ടുക. ഈ ശ്രീവിദ്യ പോലും മനുഷ്യബലിയിൽ അധിഷ്ഠിതമായിട്ട് കാഞ്ചിയിലൊക്കെ മനുഷ്യബലി നടന്നിരുന്നു. അതുപോലും മാറ്റി എല്ലാവർക്കും ഉപയുക്തമാകുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കുന്നത് ആചാര്യനാണ്. അതിൽ തന്നെ എത്ര ശങ്കരാചാര്യരുണ്ട് ചോദിച്ചാൽ നമുക്കറിയില്ല. അതൊക്കെ വേറെ വിഷയം. ഒരു 3 വില്ലുമംഗലം, ഒരു 10,000 ശങ്കരാചാര്യരൊക്കെ ഉണ്ടാവും. അതൊക്കെ വേറെ വിഷയം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിലൊക്കെ ഒരൊറ്റ സിംഗിൾ മോട്ടീവേ ഉള്ളൂ, ഈ സത്യാന്വേഷണം. ഗാന്ധിജി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ പുസ്തകത്തിന് സത്യാന്വേഷണ പരീക്ഷകൾ എന്നൊക്കെ എഴുതിയിട്ടത്. മെറ്റീരിയൽ ലൈഫിനെ ഒരിക്കലും സനാതനധർമ്മം തള്ളി പറയുന്നില്ല. അതിൽ അറ്റാച്ചർ ആവരുതെന്നേ പറയുള്ളൂ. നിങ്ങൾ മേഴ്സറീസ് ബെൻസ് ഓടിച്ചോ, ജീൻസ് ഇട്ട് നടന്നോ, ദ മോസ്റ്റ് ഫാഷണബിൾ. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതൊക്കെ കളഞ്ഞ് കീറിയ മുണ്ടെടുത്ത് അല്ലെങ്കിൽ ഇന്ന കളർ വസ്ത്രം ധരിച്ച് ഇവിടെ കുറേ ചിഹ്നങ്ങൾ ധരിച്ചൊക്കെ നടന്നാൽ മാത്രമേ ആ വിശ്വാസി ആവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അടിച്ച് കയറ്റി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഈ ധർമ്മത്തിൽ ചരിക്കുന്ന ഒരാൾക്ക് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നെ ആകർഷിച്ച ഘടകങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ഇൻ മൈ ഫോർമേറ്റീവ് ഇയേഴ്സ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ ഒരൊറ്റ സിസ്റ്റത്തിൽ എന്നെ വളരെ ആകർഷിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ സമയം ഇതിൽ ചാക്രികമാണ്, സൈക്ലിക്കലാണ്. ഇത് പറയണു, ഇതിൻ്റെ സിസ്റ്റങ്ങളിൽ പറയണു. നമ്മളിതപ്പോൾ ഇവിടെ അളകാപുരി ഹോട്ടലിൽ ഇപ്പോൾ ഇരിക്കണു. ഇനിയൊരു കാലത്ത് ഇതുപോലെ ഇതേ ആൾക്കാരും ഞാനിവിടെ നിന്നിട്ട് ഇതേപോലെ ഇരുന്ന് പറയും, ഇതുപോലെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തലേ കയറില്ലത്. ഇന്ന് കുട്ടികൾക്ക് അറിയാമത് മൾട്ടിവേഴ്സസ് എന്ന് പറയും. ഏതാ മൾട്ടിവേഴ്സസ്? അവഞ്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
അവഞ്ചേഴ്സ് സീരീസ്, സ്പൈഡർമാൻ ഇതൊക്കെ വരണ സീരീസ് ഉണ്ടല്ലോ, താനോസൊക്കെ വരണ സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു തരും ഇന്ന് എന്താ മൾട്ടിവേഴ്സ് എന്ന്. ഈ മൾട്ടിവേഴ്സിൻ്റെ റൂട്ട് കിടക്കുന്നത് ഈ ധർമ്മത്തിലാണ്, ചാക്രികമാണ്. അതിന് ഒരവധികളും ഇല്ല. അത് ഭട്ടേരിക്കൊക്കെ ശരിക്കും അറിയണ്ട. കാലദേശാവധിഭ്യാം, എന്തിനും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത, നിർമുക്തം, എല്ലാ കാലത്തും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത നിത്യമുക്തം എന്ന് പറഞ്ഞത്. അത് ഈ തത്താവദ്ഭാതി ഗുരുഭവനപുരേ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയണ്ട, അതാ ഗുരുവായൂരെന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലുള്ളൊരു സ്ഥലമല്ല അത്. ഗുരുവായ വായു, പ്രാണൻ, അതോടുന്ന പുരം നമ്മുടെ ശരീരം, അതിൻ്റെ അകത്താണ് ഇത് കണ്ടെത്തേണ്ടത്, പുറത്തല്ല എന്നാണ് എഴുതി വെച്ച ഒന്നാമത്തെ ശ്ലോകത്തിൽ. അതിപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. പൂമുള്ളി ആറാം തമ്പുരാൻ 400ാമത്തെ വർഷം വാർഷികാഘോഷത്തിന് പറഞ്ഞു അത്രേ, ഭട്ടേരിപ്പാടിന് വാദമായിരുന്നില്ല, വായുവിൻ്റെ പ്രശ്നമാണ്, അത് മനസ്സാണെന്ന്, മനോരോഗമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്തും ഭട്ടതിരി അടങ്ങിയിരുന്നിട്ടില്ല, ഗുരുവായൂർ പോലും ഇരുന്നിട്ടില്ല, പല സ്ഥലത്തും ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. 82ാമത്തെ വയസ്സിൽ മുക്കോല വെച്ചിട്ട് കുളിക്കാൻ പോകുമ്പോൾ 2 അമ്പലങ്ങളുടെ ഇടയിൽ കിണ്ടി ഇങ്ങനെ കയ്യിൽ നിന്ന് വീണിട്ട് ശരീരം പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് ആ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിച്ചത്. നേരെ വെച്ച് പൂന്താനം നേരെ തിരിച്ചാൽ, പൂന്താനത്തിന് ഈ പറഞ്ഞ പ്രത്യേകിച്ച് യാതൊരുവിധ ബുക്കിഷ് നോളജും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കിട്ടേണ്ട സംഭവം കിട്ടിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ സൈക്ലിക്കലായിട്ടുള്ളൊരു വിഷയം, ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ഭഗവാനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം, ആരാധിക്കാതിരിക്കാം, എൻ്റെ ഇഷ്ടം. ഈ എൻ്റെ ഇഷ്ടം എന്ന് ഞാൻ പറയുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് വേറെ ഒരു ധർമ്മത്തിലും കിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്ന ഒരു പാവം പോയിട്ട് ആരോടോ ചോദിച്ചപ്പോൾ എരുമയെ പോലെ ഇരിക്കുന്നു പറഞ്ഞു. എരുമയെ പോലെ ഇരിക്കുന്നു, ദേഷ്യം വന്നിട്ട് പറഞ്ഞു അത്രേ. ആ വ്യക്തി എരുമയുടെ രൂപമാണെന്ന് വിചാരിച്ചിട്ട് ധ്യാനിക്കുക. ഒരു ദിവസം ഗുരുവായൂരപ്പനെ എരുമയുടെ രൂപത്തിൽ എന്നിട്ട് അവിടെ വന്നു. ജ്ഞാനേശ്വരൻ പൈഥാനിൽ പോയിട്ട് ബ്രാഹ്മണ സഭയിൽ പോയിട്ട് അവരുടെ അച്ഛൻ സന്യാസം സ്വീകരിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ച ആളാണ്. സന്യാസത്തിൽ പോയി, ബ്രാഹ്മണനായിരുന്നു, സന്യാസത്തിൽ പോയി. ശരീരത്തിന് പിണ്ടം വയ്ക്കലാണല്ലോ സന്യാസം. വിരജാഹോമം നടത്തി എൻ്റെ ഈ ശരീരം പോലും ഇല്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ സന്യാസി. അപ്പോൾ ആ സന്യാസി എന്തിനാ കാവ്യവസ്ത്രം കൊടുക്കണം? എൻ്റെ ശരീരം മണ്ണാണ്, അതുകൊണ്ടാണ് കാവ്യം. ഇന്നിവിടെ ലുങ്കി വരെ കാവ്യ, ലുങ്കി വരെ കാവ്യാണ്. കാവ്യയുടെ മഹത്വമൊക്കെ പോയി, അല്ലെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ചിഹ്നമായി മാറി. വാസ്തവത്തിൽ കാവ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണാണ്, എൻ്റെ അകത്തുള്ള അനശ്വര വസ്തു മാത്രമേ ഉള്ളൂ. പ്രകൃതിയെ നിരാകരിക്കലാണ് സന്യാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അതിനെതിരായിരുന്നു താനും കൃഷ്ണൻ ശരിക്ക് കളിയാക്കുന്നുണ്ട് സാങ്കേതിൻ്റെ അവസാനത്തിൽ. കർമ്മത്തിലാണ് സന്യാസം വേണ്ടതെന്ന്, കർമ്മത്തിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടിരിക്കുക, അല്ലാണ്ട് വേഷം ധരിച്ചിട്ട് കാര്യമില്ല അർജുന എന്ന് കൊള്ളിച്ച് പറയുന്നുണ്ട്, ശരിക്കും കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ജ്ഞാനേശ്വരന് അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാർക്കൊക്കെ ഈ ഉപനയനത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ സഭയിലുള്ള ആൾക്കാർ നിങ്ങളെ ഉപനയനം ചെയ്യിക്കാൻ പറ്റില്ല, അവൻ സന്യാസത്തിൽ പോയിട്ട് തിരിച്ചു വന്നവനാണ്, നിങ്ങൾ ബ്രാഹ്മണരല്ലാന്ന്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൊക്കെ വളരെ റിയലൈസ്ഡ് കുട്ടികളായിരുന്നു അവർ 3 പേരും. മുക്തയും ജ്ഞാനേശ്വരൻ്റെ ചേട്ടനൊക്കെ എത്ര തന്നെ വയസ്സുണ്ട്, 12 വയസ്സ്, 14 വയസ്സ്, 9 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോഴേ 18 വയസ്സിലായിട്ട് അദ്ദേഹം ശരീരം വിടുകയും ചെയ്തു. ജ്ഞാനേശ്വരി എന്ന് പറഞ്ഞൊരു ഗംഭീര വ്യാഖ്യാനം എഴുതിയാളാണ്. മഹാരാഷ്ട്രയിൽ ചെന്നാലാണ് ജ്ഞാനേശ്വരൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ പൈഥാൻ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രതിഷ്ഠാനം, അവിടെ ചെന്നിട്ട് അവിടുത്തെ സഭയിൽ നിന്ന് അനുമതി മേടിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകരുത്. നിങ്ങളിപ്പോൾ പേപ്പർ ശരിയാക്കാൻ ചിലപ്പോൾ AG's ഓഫീസിൽ പോയില്ലേ, ഇവിടെ തിരുവനന്തപുരത്ത് പോയില്ലേ, അക്കൗണ്ടൻറ്റ് ജനറൽ പോണ മാതിരി അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വിചാരണയൊക്കെ നടത്തുമ്പോൾ അച്ഛനെ നിർത്തി കരയിപ്പിക്കുകയാണെന്ന് കണ്ടിട്ട് ജ്ഞാനേശ്വരന് സങ്കടം വന്നിട്ട് പറയും, എല്ലാ വസ്തുക്കളിലും ഒരു സത്യത്തിനല്ലേ ഞാനാണെങ്കിലും അങ്ങാണെങ്കിലും അന്വേഷിക്കണമെന്ന് ആ കുട്ടി ചോദിക്കും. അവർക്ക് തലയിൽ കയറില്ല. അവർ ടെക്സ്ച്വൽ നോളജിൻ്റെ ആൾക്കാരാണ്. സൊസൈറ്റൽ എന്താ പറയുക, നമ്മൾ അധികാരത്തിൻ്റെ സ്ട്രക്ചറുകളിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അങ്ങനെ എല്ലാം ഒന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോത്തിനെ അടിക്കുന്നുണ്ടാവും, ആ പോത്ത് നീങ്ങണില്ല, പോത്തേ എന്താ നീങ്ങാത്തത് എന്ന് ചോദിച്ചിട്ട് തള്ളുകയാണ് ആ പോത്തിനെ, അതിൻ്റെ ആ ഇടയൻ. അപ്പം ആ പോത്തിന് എന്താ വേദം ചെല്ലാൻ പറ്റുമോ ചോദിക്കും. ജ്ഞാനേശ്വരൻ പറയും, എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ആ പോത്തും വേദം ചെല്ലും പറയും. പോത്തിനോട് വേദം ചെല്ലാൻ പറയും. പോത്ത് സ്പഷ്ടമായ ഭാഷയിൽ വൃത്തിയായിട്ട് സഹസ്രശീർഷാപുരുഷ സഹസ്രാക്ഷ സഹസ്രപാദം പറഞ്ഞങ്ങോട്ട് പുരുഷ സൂക്തം തുടങ്ങും. അതിൽ വിശ്വം നാരായണം ഹരിം എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് വരും. അവിടെ ഈ നാരായണനും ഹരിയും വിശ്വവും വിഷ്ണുവും ഇതൊന്നും നമ്മളിന്ന് കാണുന്ന ഈ ചതുർബാഹുവും ഈ രൂപത്തിലുള്ള വസ്തുക്കളെ അല്ല വേദം എഴുതി വെച്ചിരിക്കുന്നത്.
എല്ലാം ഈ ട്രൂത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു വസ്തുവിലേക്കാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അത് അവിടെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്തപ്പോഴാണത്ര പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ജ്ഞാനേശ്വരൻ ഉപനയിക്കാണ്ട് അവിടുന്ന് പോയി എന്നാണ്. കാരണം അത് പ്രൂവ് ചെയ്തു. ആ സമയത്ത് ഈ പോത്തിനെ വീണ്ടും ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ ജ്ഞാനേശ്വരൻ പൊളഞ്ഞു താഴെ വീഴുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ആ ചാട്ടവാറിൻ്റെ പാടുകൾ. കാരണം ഹി ബിക്കംസ് വൺ വിത്ത് ദി അതർ. അപ്പം നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നോവിച്ചാൽ നമ്മുടെ ഉള്ളിലൊരു വേദന വരും നമുക്ക്. നമ്മൾ സമസ്ത പ്രപഞ്ചത്തിനെയും തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ തലത്തിൽ ആർക്കെന്ത് സംഭവിച്ചാലും നമ്മൾ ആ ഓബ്ജക്റ്റിലേക്ക് നമ്മുടെ കോൺഷ്യസ്നസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോധത്തിൽ എന്ത് സംഭവിക്കുന്നോ അത് ഇവിടെയും കിട്ടും. ഈ വിദ്യയാണ് സനാതനധർമ്മം എന്ന് വെച്ചിട്ട് നിങ്ങളിത് അഭ്യസിച്ചിട്ട് മറ്റുള്ളവർക്ക് തല്ല് കിട്ടണം, നമ്മൾ അനുഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു തരണേ. ഫോർ എ ഹ്യൂമർ സേക്കിന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സത്യാന്വേഷണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗമായിട്ടും ഏറ്റവും ലഘുവായിട്ടുള്ള മാർഗമായിട്ടും ഏറ്റവും സ്വാതന്ത്ര്യം തരുന്ന മാർഗമായിട്ടും എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല. സത്യത്തെ അന്വേഷിക്കലാണ്. അതിന് കൊടുത്തൊരു പേരാണ് സ്കന്ദപുരാണത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഗീതയിലെ ചില ഭാഗങ്ങളിലൊക്കെ ആ വാക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ വിഷ്ണു പുരാണത്തിലാണെങ്കിലും ഒക്കെ കൊടുത്തു. വിഷ്ണു പുരാണം ഫുള്ള് സൊസൈറ്റൽ ഓർഡേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വിഷ്ണു പുരാണം പോലെയൊക്കെ ഇന്ന് നമ്മുടെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും മാവേലി നാടുവാണിയിടും കാലം എന്ന് പറയണത്. അല്ലാണ്ട് അതിൽ പുരാണ കഥകളൊന്നുമല്ല വിഷ്ണു പുരാണത്തിൽ കൂടുതലും ധർമ്മോപദേശങ്ങളാണ്. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, ഹൗ നോട്ട് ടു ലിവ് എന്നും പഠിപ്പിക്കും, ഹൗ ടു ലിവ് എന്നും പഠിപ്പിക്കും. ഇത് മുഴുവൻ ആത്യന്തികമായിട്ട് പോകുന്നത് കുറേ പണം സമ്പാദിക്കാനും കുറേ കാര്യങ്ങൾ, അതിനൊന്നുമല്ല. സെൽഫ് ഡിസ്കവറി, അവനവനെ തിരിച്ചറിയണതിൻ്റെ മുകളിൽ ഒരു സമ്പത്ത് വരാനില്ല, തൃപ്തി വരാനില്ല. തൃപ്തിയാണ് സമ്പത്ത്. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ടീച്ചിങ് അതാണ്. തൃപ്തിയാണ് സമ്പത്ത്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മം അഭ്യസിക്കുന്നുണ്ട് എനിക്കെന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ തൃപ്തി. കാരണം കോടിക്കണക്കിന് രൂപയുള്ളവനും അവൻ അസംതൃപ്തനാണെങ്കിൽ അവൻ ദരിദ്രനാണ്. 1 ഉറുപ്പയേ ഉള്ളൂ, കിടന്ന് ഉറങ്ങാനൊരു കീറപ്പായേ ഉള്ളൂ, ചോർന്നൊരിക്കൽ കോരുകയാണെങ്കിലും ഇതെൻ്റെ കൊട്ടാരമാണ് എന്ന് പറഞ്ഞിട്ട് സംതൃപ്തനായിട്ടിരിക്കണവൻ അവൻ ധനികൻ, അവൻ മഹാധനികൻ അല്ലേ? ഈ കാഴ്ചപ്പാട് ഉണ്ടാവണമെങ്കിൽ ലോകത്തിലുള്ള സമസ്ത പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ വിവാദം വന്നു. ഞാൻ ചാനലുകളൊന്നും പോയിരിക്കാത്ത ആളാണ്. പക്ഷെ അത് ആ ക്ഷേത്രത്തിൻ്റെ സമ്പ്രദായത്തിനെ അതിൻ്റെതായ രീതികളിൽ കൊണ്ട് നടക്കേണ്ടവർ തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത് മാറ്റിമറിക്കണം കണ്ടതുകൊണ്ട് അതുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണവനാണെങ്കിൽ പോലും ഞാൻ ചാനലിൽ പോയി. എന്നെ വിളിച്ചപ്പോൾ പോവാച്ചാൽ വീട്ടിൽ വന്നു അവർ. അന്ന് എൻ്റെ അടുത്ത് കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ളൊരു അവതാരകനാണ് അദ്ദേഹം. എൻ്റെ അടുത്ത് പല പ്രാവശ്യം കുത്തി ചോദിച്ചു, എൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം. ഞാൻ പറയട്ടെ എന്ന് വെച്ചിട്ടാണ്. അവിടെ ഈ പ്രശ്നം ഉണ്ടായല്ലോ, ഇവിടെ ഈ പ്രശ്നം ഉണ്ടായല്ലോ, ഇതിനെന്താ പരിഹാരം, നമ്മളത് അങ്ങനെ പൊളിറ്റിക്കലി അതല്ലേ ചെയ്യേണ്ട, അല്ലെങ്കിൽ സംഘടിക്കണം. ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല വിഷയം. നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ സമൂഹവും എന്തും നന്നാവണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തിയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കറക്റ്റ് ആവണമെങ്കിൽ ഒറ്റ കാര്യം ഉണ്ടാവില്ല, ഈശ്വരനെ സ്നേഹിച്ചാൽ മതി. ഞാൻ അവിടെ ഉപയോഗിച്ച വാക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടായാൽ മതി. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വേദനിപ്പിക്കില്ല. അപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്നേ പറയുള്ളൂ. എനിക്ക് ഗോഡ് എന്നുള്ളതിനോട് താല്പര്യമില്ല പറഞ്ഞാലും കുഴപ്പമില്ല. ഈ യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾ അപ്പുറത്ത് ഗോഡ് എന്ന് വിളിക്കാൻ വിസമ്മതിക്കുന്ന വസ്തു. അതാണല്ലോ ഞാൻ നേരത്തെ ഓം വിശ്വം എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഉണ്ട് റോണ്ട ബൈറനൊക്കെ വായിച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയും. ആ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലും ഇനി ഇതൊന്നുമല്ല, ഇങ്ങനത്തെ യാതൊന്നുമില്ല, ഞാൻ എൻ്റെ സ്വന്തം ശക്തിയിലും എൻ്റെ പ്രയത്നത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന സ്വാശ്രയശീലമുള്ള നാസ്തികൻ ആണെന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് നമ്മൾ റൂട്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഫോഴ്സിൽ തന്നെയാണ്. അതിടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കാൻ നമുക്ക് ചിന്തിക്കാവുന്ന ഒരൊറ്റ കാര്യമാണ് ഞാൻ നേരത്തെ തലയിൽ ചക്ക വീണു എന്ന് പറഞ്ഞ കാര്യം. അത്രയും ലളിതമാണത്. കാരണം ഇറ്റ് ഈസ് ഈസി ടു ബി കോംപ്ലിക്കേറ്റഡ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ച് അതിനോട് അനുകൂലിച്ച് പറയണവർ അവരുടെ വ്യാഖ്യാനങ്ങൾ, പ്രതികൂലിച്ച് പറയണവർ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഈ മെസ്സിൻ്റെ ഇടയിലാണ് എല്ലാ തലമുറകളും കടന്നു പോകുന്നത്.
ഈ പുറത്ത് അന്വേഷിക്കുന്നതിന് പകരം അകത്തന്വേഷിച്ചാൽ ഈ ധർമ്മം എന്താണെന്ന് മനസ്സിലാവും. ഞാൻ എൻ്റെ എളിയതായ ശ്രമങ്ങൾ നടത്തി. വിജയിച്ചോ പൂർണ്ണമായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ബെറ്ററാണ്, പണ്ടത്തെക്കാളും എത്രയോ ബെറ്ററാണ്. ആ കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കാറ്റേർഡായിട്ടുള്ള തോട്ട്സാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു സ്ട്രക്ചറൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു സത്യമുണ്ട്. ആ സത്യത്തിനെ ഭാഗവതം പറഞ്ഞ പോലെ തന്നെ സത്യം പരന്തിമി, സത്യത്തെ ഉപാസിക്കുക എന്നാണ് അത് പറഞ്ഞത്. സത്യത്തെ ബുദ്ധിയിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു. അതുറപ്പിച്ച് കിട്ടിയോ ഈ പറയുന്ന ഡോഗ്മകൾക്കും ഐഡിയോളജികൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പലതരം കോംപ്ലക്സുകൾക്കും, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതർ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇതിൻ്റെ ഇടയിലുള്ള അടിപിടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ബൗദ്ധികമായിട്ട്, ജാതീയമായിട്ട്, സാമ്പത്തികമായിട്ട്, ആരോഗ്യപരമായിട്ട് ഒക്കെ ഈ കോംപ്ലക്സുകളുടെ പ്രളയം. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് വന്നത്? ഞാൻ എന്തോ മോശമാണ്, അല്ലെങ്കിൽ ഞാൻ എന്തോ ഉയർന്നതാണ്. ഇത് എപ്പോഴാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥമായിട്ട് എല്ലാറ്റിൻ്റെ അകത്തുള്ള സത്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കമ്പാരിസൺസ് മുഴുവൻ വരുന്നത്. അതുകൊണ്ട് ഒരു ടോട്ടൽ സൊല്യൂഷനാണ് അതിൻ്റെ ശരിയായ ആസ്പെക്റ്റിൽ സനാതനധർമ്മം. അൺഫോർച്ചുനേറ്റ്ലി ആ കൊടി ഇന്ന് എന്താണെന്ന് പോലും അറിയാണ്ട് മാട്ടുകൂട്ടം എന്ന് പറയും, നാട്ടമ്പുറത്ത്, അതുപോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണു. വളരെ സന്തോഷം. എന്തെങ്കിലും ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സത്യത്തിൻ്റെ, ഞാൻ വിശ്വസിക്കുന്ന സത്യത്തിന് ഞാൻ കൊടുത്തിട്ടുള്ള പേര് ഗുരുവായൂരപ്പൻ എന്നാണ്. ആ ഗുരുവായൂരപ്പൻ്റെ മാത്രം തേജസ്സാണ്. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി ഈ ഡോഗ്മകളും ഈ ഐഡിയോളജികളൊക്കെ എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള കൺഫ്യൂഷൻസ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് അവസാനിപ്പിക്കണം. നന്ദി, നമസ്കാരം.